ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന സകല സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ പുതുക്കിപ്പണിഞ്ഞ ആലയത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയം പൊളിച്ച ദിവസവും ഞാനായിരുന്നു പ്രസംഗിച്ചത്. എത്ര പേർക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്നാ പൊളിച്ചതെന്ന് ഓർമ്മയുണ്ടോ? മെയ് 14 ആണിത് പൊളിച്ചത്. ഇപ്പോൾ 8 മാസവും 21 ദിവസത്തിനും ശേഷം നിങ്ങളുടെ മധ്യത്തിൽ ഈ പുതുക്കിപ്പണിഞ്ഞ ഈ ആലയം എന്നെ സംബന്ധിച്ച് പണിഞ്ഞു കഴിഞ്ഞു. ഇനി മിനുക്ക് പണികളേ ഉള്ളൂ. അതുകൊണ്ട് പണി തീരാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനങ്ങനെ പണി തീരണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പണി തീർന്നല്ലോ, സ്തോത്രം എന്നേ പറയുന്നുള്ളൂ. കാരണം ഇനി പണിയലല്ല, കുറച്ച് മിനുക്ക് പണികളേ ഉള്ളൂ, അല്ലേ? പണിത് കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാലങ്ങളായിട്ട് ഞാൻ ഈ വിഷയത്തിൽ പാസ്റ്ററോട് മാത്രം പറഞ്ഞ കാര്യം ചിലതൊക്കെ നിങ്ങളെയും കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നുന്നു. ആമുഖമായി അത് പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വേദഭാഗത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് തുടങ്ങിയ സമയം മുതൽ ഞാൻ പാസ്റ്ററോട് പറയുന്നൊരു കാര്യമാണ്, ഈ ആലയം ഇവിടെ കടന്നു വരുന്ന ഈ മഹനീയം സഭയോട് ഒരു ദൂത് പറയുന്നുണ്ട്. ഇതിനകത്ത് കയറി എല്ലാ ആഴ്ചയും ആരാധിക്കാൻ പോകുന്നവർ നിങ്ങളാണ്. ഈ ആലയം നിങ്ങളോടൊരു ദൂത് പറയുന്നുണ്ട്. എന്താണ് ആ ദൂതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമ്മുടെ ആവശ്യങ്ങളുടെ കാര്യങ്ങളിൽ വിശ്വസ്തനാണ്. കാരണം ഈ ആലയം നമ്മൾ പണിഞ്ഞത് ബാങ്ക് ലോൺ എടുത്തിട്ടല്ല, നമ്മുടെ ബാങ്കിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല. അറിയാലോ, മെയ് 14 പൊളിച്ചത്, മെയ് 21 തീരുമെന്നും പറഞ്ഞ് നമ്മൾ മേൽക്കൂര മാറ്റാൻ വേണ്ടി പൊളിച്ചതായിരുന്നു. 8 മാസം കഴിഞ്ഞു, അല്ലെ? ആ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് വിശ്വാസത്താൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്, അല്ലെ? ഇത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആലയത്തിനകത്ത് കടന്നു വന്ന് അവിശ്വാസത്തോടെ ഇരിക്കരുത്. വിശ്വാസത്താൽ പണിഞ്ഞ ആലയത്തിനകത്ത് വന്ന് അവിശ്വാസത്തോടെ ആരും ഇരിക്കരുത്. നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം ഈ ആലയം പണിഞ്ഞതുപോലെ വിശ്വസ്തനായിരിക്കും. എന്ത് വിഷയവും ആയിക്കൊള്ളട്ടെ, സാമ്പത്തികം തന്നെ ആവണമെന്നില്ല, ഏത് വിഷയമാണേലും കർത്താവ് വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അതവൻ നിവർത്തിച്ചിരിക്കും. അതവന്റെ സ്വഭാവമാണ്. അവൻ നമ്മളോട് ദയ കാണിക്കല്ല, അതവന്റെ സ്വഭാവമാണ്. ഈ ആലയം പണിയിൽ എന്ത് വാഗ്ദത്തം ദൈവം തന്നു? എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടാ? 2022 ഡിസംബർ മാസത്തിലെ വർഷാന്ത്യ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പാസ്റ്റർ ഇവിടെ കടന്നു. ഞാനും അന്ന് ഇരിപ്പുണ്ടായിരുന്നു. ആ പാസ്റ്റർ പറഞ്ഞു, ഈ ആലയം അടുത്ത ഡിസംബറിന് മുമ്പ് പുതുക്കി പണിയും. എത്ര പേർക്ക് ഓർമ്മയുണ്ടോ? പുതുക്കി പണിയാൻ തുടങ്ങുമെന്നല്ല പറഞ്ഞത്, പുതുക്കി പണിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസംബർ മാസത്തിലെ ഈ ന്യൂ ഇയർ ആരാധന ഇവിടെ കയറി ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ദൈവം വചനം നിവർത്തിച്ചു. ഈ വർഷം, അതായത് 2023 തീരുന്നതിന് മുമ്പേ പുതുക്കി പണിഞ്ഞ ആലയത്തിൽ സഭ കയറി ആരാധിച്ചു. ലൈറ്റില്ല, ഫാനില്ല, അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ആലയം പുതുക്കി പണിഞ്ഞു. അത് മാത്രമല്ല, ഒരിക്കലും ഞാനും പാസ്റ്ററും കൂടെ ഈ വിഷയം, അത് എനിക്ക് തോന്നുന്നു മെയ് മാസം അവസാനമോ ജൂൺ മാസം ആദ്യമോ കണ്ടാണ് ഇതങ്ങോട്ട് തുടങ്ങി. ഇത് കയ്യിൽ നിന്ന് പോകുകയാണ്. നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇനി മേൽക്കൂര മാത്രമല്ല, 7 തൂണുകളും കെട്ടണം. അങ്ങനെ പണി വർദ്ധിച്ചിത് എവിടെ പോയി നിൽക്കുമെന്ന് ഇരിക്കുന്ന ഒരു സമയം, പാസ്റ്റർ നല്ല ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ഒരു സമയം, ഞങ്ങൾ ആഴ്ചതോറും കൂടി പ്രാർത്ഥിക്കാൻ കടന്നു വരുമായിരുന്നു. ഞാനും പാസ്റ്ററും കൂടെ ആ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വന്ന ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം തന്നൊരു വചനമുണ്ട്. അതൊന്ന് വായിക്കണേ ആരെങ്കിലും. 81 സങ്കീർത്തനം 10-ാമത്തെ വാക്യം. 81:10 സങ്കീർത്തനം 81:10. ആ, വായ് വിസ്താരമായി തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. എന്തോതിനെ കുറിച്ചായി പറയുന്നേ? ഈ വായ് വിസ്താരമാക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം ഒരു കുഞ്ഞു പക്ഷി അതിൻ്റെ തള്ളപ്പക്ഷിയുടെ മുമ്പിൽ വാ തുറക്കുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഈ പക്ഷികൾ അവരുടെ അമ്മമാര് അതിൻ്റെ വായിക്കാത്തോട്ട് ഭക്ഷണം എടുത്ത് വെച്ചു കൊടുക്കും. തള്ളപ്പക്ഷിയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വാ പൊളിച്ചു കൊടുക്കും. അങ്ങനെ കർത്താവ് പറയാം, നിങ്ങളെല്ലാം വന്നൊന്ന് വാ പൊളിച്ചേ. എന്തോ അതിന് പറയുന്നത്? വാ പൊളിക്കാന്ന് പറഞ്ഞത് വാ തുറക്കാനാണ് പറയുന്നത്? അല്ല, പ്രാർത്ഥിക്കുക, വായെ വിസ്താരമാക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. നിങ്ങൾ എത്രമാത്രം വാ തുറന്ന് കർത്താവിനോട് ആവശ്യങ്ങൾ പറയുന്നു, അത്രത്തോളം ഞാനത് നിറയ്ക്കും.
അപ്പൊ അന്ന് ഞാൻ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇതാണ് ദൂത്, ഇതാണ് വാഗ്ദത്തം. എത്ര ലക്ഷം ഈ ആലയം പണിയാൻ ആവശ്യമാണോ അത് നമുക്ക് ഒരു മനുഷ്യനോടും ചോദിക്കണ്ട, നമുക്ക് വിശ്വാസത്തിൽ നീങ്ങാം, ദൈവം അത് നൽകും. ഇന്ന് ആലയത്തിനകത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വായെ വിസ്താരമാക്കുമ്പോൾ കർത്താവ് അത് നിറയ്ക്കുമെന്ന് ഈ ആലയം നിങ്ങളോട് ദൂത് പറയുകയാണ്. വായെ വിസ്താരമാക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ, ഭാഗ്യവാൻ. കർത്താവിൽ ആശ്രയം വെക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജനമാണോ? ചുമ്മാ ഒന്ന് രാവിലെ വന്ന് വായിത്തുന്ന ഈ സാഹിത്യം പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അവന്റെ മുമ്പിൽ ചൊരിഞ്ഞ് അവനിൽ ആശ്രയം പ്രകടിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അവനിൽ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? പ്രാർത്ഥനയിലൂടെ അറിയാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വായെ വിസ്താരമാക്കുക, ഞാനത് നിവർത്തിക്കും, ഞാനത് നിറച്ചു നൽകും. അങ്ങനെ രണ്ട് വാഗ്ദത്തങ്ങൾ, ഒന്ന് വചനത്തിലൂടെയും ഒന്ന് പ്രവചനത്തിലൂടെയും നമുക്ക് ഈ പണിയെക്കുറിച്ച് ദൈവം തന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഇനി മുൻപോട്ട് പോവുക എന്നുള്ളത്, അല്ലേ? പിന്നീടുള്ള ദിവസങ്ങൾ അത്ഭുത ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയും, പാസ്റ്റർ ഇന്ന് ഞാൻ വെറുതെ വണ്ടി പോകുമ്പോൾ വെറുതെ ഒരു അങ്കിള്, ഈ സഭയിലെ പോലും അങ്കിൾ അല്ലാത്ത ഒരു അങ്കിള് പിടിച്ചു നിർത്തി കുറച്ച് പൈസ തന്നു. അന്ന് ഇവിടെ പണിയുന്നവർക്ക് കൊടുക്കാനുള്ള കാശ് അതായിരുന്നു, അല്ലേ? അല്ലാതെ നമുക്ക് 8 ലക്ഷവും 10 ലക്ഷവും ഒന്നും ദൈവം ആദ്യമേ തന്നില്ല. ഓരോ ദിവസവും അന്നെന്നുള്ളത് വായ തുറക്കുമ്പോൾ തരും, അല്ലേ? തള്ളപ്പക്ഷി പോയിട്ട് ഒരു വലിയ കാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചെറിയ പക്ഷിയുടെ വായി കൊടുക്കത്തില്ല. ഓരോ ദിവസം ഒരു അപ്പക്കഷ്ണം എന്ന് പറഞ്ഞതുപോലെ അന്നെന്നുള്ളത് തന്നാണ് ഈ ആലയം ദൈവം പണിഞ്ഞത്. ഇതെനിക്ക് വന്ന് പ്രസംഗിച്ചിട്ട് പോകാം, പക്ഷെ ഈ ആലയത്തിനകത്തിരിക്കുന്ന നിങ്ങളോടാണ് ഈ ദൂത്. ഇതെല്ലാവർക്കും ഒരു പാഠമാണേലും ഈ ആലയം പണിഞ്ഞ് ദൈവം തന്നിരിക്കുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഇതിനകത്ത് അവിശ്വാസത്തോടാരും ഇരിക്കരുത്, അവിശ്വാസത്തോടാരും ഇരിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ വായ വിസ്താരമാക്കുക. നിങ്ങളുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വായ വിസ്താരമാക്കുക, കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ചോദിക്കുക അവനോട്. നിങ്ങളുടെ വിഷയങ്ങൾ അവന്റെ മുമ്പിൽ പകരുമ്പോഴാണ് വാഗ്ദത്തങ്ങളൊക്കെ തരുന്നത്. ഞാൻ പലപ്പോഴും പ്രസംഗിക്ക് പറയും, വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കാൻ പറയുമ്പോൾ ചിലർ വന്നിട്ട് പറയും, കർത്താവ് ഒരു വാഗ്ദത്തവും തന്നിട്ടില്ലല്ലോ ബ്രദറെ. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു? നിങ്ങൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് വാഗ്ദത്തം. അല്ലാതെ വഴിയെ കൂടെ പോകുമ്പോൾ ഒരു പ്രവാചകൻ വന്ന് തലയെ കൈ വെച്ച് വാഗ്ദത്തം ഒന്നും തരാൻ പോകുന്നില്ല. ചുമ്മാ ഒരു പ്രസംഗം കേൾക്കുമ്പോന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ദൈവം വാഗ്ദത്തം നൽകുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നവർ പ്രാർത്ഥിക്കുക, ദൈവം ഇത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം നൽകും, അത് അവൻ നിവർത്തിക്കും. അവൻ വിശ്വസ്തൻ തന്നെ. നിങ്ങളെല്ലാവരും അതുകൊണ്ട് ഈ സാധാരണ പ്രസംഗിക്കുമ്പോൾ എല്ലാവരുടെയും സ്ഥിരം ജോലി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കിയിരിക്കുക, അല്ലേ? ഇപ്പൊ തന്നെ ആരും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാത്തവർ ഒരു കാര്യം ചെയ്യണേ, എന്റെ പ്രസംഗം കേട്ടില്ലേലും കുഴപ്പമില്ല, ഈ ആലയമൊക്കെ ഒന്ന് നോക്കണേ, അത് പറയുന്ന ദൂതൊന്ന് കേൾക്കണേ. ഈ 7 പില്ലർ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, 7 തൂണുകളുണ്ട് ഇവിടെ. എന്റെ പുറകിൽ ഒരെണ്ണമുണ്ട്. 7 തൂണുകൾ. ഈ 7 തൂണൊക്കെ നോക്കണം, ഇതൊക്കെ എങ്ങനെ കെട്ടി, ഓരോ തൂണിനും എത്ര രൂപയായി, അതൊക്കെ എവിടുന്ന് വന്നു. ഈ സഭയത്ത് ദൈവമായിട്ട് അത്ഭുതകരമായി ഉളവാക്കി, അല്ലേ? അപ്പൊ വായി നോക്കി ഇരിക്കുന്നവർ ആ പ്രസംഗമെങ്കിലും കേൾക്കണേ. എന്റെ പ്രസംഗം കേട്ടില്ലേലും ആ പ്രസംഗം നിങ്ങൾ ദയവായി കേൾക്കണം. കർത്താവ് വാഗ്ദത്തം നൽകിയാൽ അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാൻ 11. അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. ഇപ്പൊ നമ്മളിതാ കണ്ടു, അല്ലെ? ഇതുവരെ വിശ്വാസമായിരുന്നു, ഇപ്പോൾ ഇത് കാണത്തക്ക രീതിയിൽ ദൈവമായിട്ട് നമുക്ക് ആലയം തന്നിരിക്കുന്നു. ഇതിന് മുമ്പത്തെ ആലയവും ഈ ആലയവും തമ്മിൽ ഒരു ബന്ധവും എനിക്ക് തോന്നുന്നില്ല, അല്ലേ? മുമ്പത്തെ ആലയത്തിൽ വന്നതുകൊണ്ട് എനിക്കറിയാം അത് തമ്മിൽ ഇതേതാ ഈ ആലയം, അല്ലെ? ഞാൻ ഇടയ്ക്ക് ഇതിന്റെ പണിയൊക്കെ നടക്കുമ്പോൾ ഇതിനകത്ത് വരുമ്പോൾ, പാസ്റ്റർ ഇതേതാ ഈ സ്ഥലം, അല്ലെ? ഇവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് ഈ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എവിടാന്ന്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം ഏതോ ഒരാലയം വേറെ എവിടെ പോയ പോലെ തോന്നുന്നു. അത്ര രീതിയിൽ ദൈവം അതിന്റെ സ്ഥിതി മാറ്റി, അല്ലേ? ആ മുഖമൊക്കെ അങ്ങ് മാറി. ദൈവത്തിനായിട്ട് സ്തോത്രം. സ്ഥിതികളെല്ലാം ദൈവം മാറ്റും. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ബൈബിൾ എടുക്കുക. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് തിരിയുക. 17 മുതൽ 23 വരെ ഞാൻ വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ. ഇപ്പോൾ കേൾപ്പിച്ച ദൂതുമായിട്ട് ചേർന്ന് പോകുന്ന വിഷയത്തിൽ തന്നെയാണ് ഇന്ന് ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്.
റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. നിങ്ങൾ ബൈബിളിലേക്ക് തിരിയുക, വചനത്തിലേക്ക് നോക്കുക. ഞാൻ വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിനു തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്നും അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ടത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ഹല്ലേലൂയ. 17-ാം വാക്യത്തിൽ അബ്രഹാം വിശ്വസിച്ച ദൈവത്തെ കുറിച്ച് അവിടെ വിശദീകരിച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടോ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനുമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മള് ഉൽപ്പത്തിയിൽ വായിക്കുന്നതാണല്ലോ സൃഷ്ടി. എങ്ങനെയാ ദൈവം സൃഷ്ടിച്ചേ? ഒന്നുമില്ലായ്മയിൽ തന്റെ വചനത്താൽ സകലവും അവൻ ഉളവാക്കി എന്ന് പറയുന്നത് പോലെ അബ്രഹാമിന് താൻ വാഗ്ദത്തം കൊടുത്ത വിഷയങ്ങൾക്കൊന്നും മാനുഷികമായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങളാണ്. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഥ അറിയാലോ. 100 വയസ്സുള്ള അപ്പൂപ്പന് കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ലെന്ന് ഇനി മെഡിക്കൽ സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സാമാന്യ ബുദ്ധി മതി. അല്ലെ, യാതൊരു വിധത്തിലും ഒരു സാധ്യതയുമില്ലാത്ത വിഷയത്തിൽ താൻ പ്രവർത്തിച്ചു. അല്ലെ, അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുകയും, പിന്നീട് താഴോട്ട് പറഞ്ഞിരിക്കുകയാണ് അബ്രഹാമിന്റെ ശരീരമാകട്ടെ സാറായുടെ ഗർഭപാത്രമാകട്ടെ എല്ലാം നിർജീവമായിരുന്നു, മരിച്ചതുപോലെ ആയിരുന്നു. അവിടെ ജീവൻ വ്യാപരിപ്പിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ, അയ്യോ ഇവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ്. അല്ലെ, കുഞ്ഞൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അബ്രഹാമിന്റെ പേര് അബ്രഹാമാക്കി. നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കും. ഒരു കുഞ്ഞു പോലും ഇല്ല. അല്ലെ, ഇന്ന് നമ്മള് ഈ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരടുത്ത് പോയിട്ട് ദൂത് പറയാം, നീ ബഹുജാതികളുടെ അപ്പനാകുമെന്ന് പറഞ്ഞാൽ അടി കിട്ടും മിക്കവാറും. അല്ലെ, ദൂത് പറഞ്ഞ അവൻ കള്ളപ്രവാചകനാന്ന് പറയാം. നിങ്ങൾ തലയൊക്കെ വെച്ച ആൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കുറെ വർഷമായി, 40 വർഷമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. നമ്മളൊക്കെ എന്ത് കിട്ടും? അടി കിട്ടും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു പറയുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ ഏത് വിഷയത്തിലൂടെ പോകുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ സാഹചര്യങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം. ഒരു സാധ്യതയും കാണുന്നില്ല. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മരിപ്പിന്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധ്യതകൾ ഉണ്ടെന്നും സാഹചര്യങ്ങൾ അതിന് ചേർന്നു പോകുന്നതാണ്, അനുകൂലമാണെന്നും കണ്ടിട്ടല്ല ദൈവം വാഗ്ദത്തം നൽകിയത്. നിങ്ങൾ കേട്ടോ, സാഹചര്യങ്ങൾ അനുകൂലമാകുമെന്ന് മുന്നേ കണ്ടിട്ടല്ല കർത്താവ് വാഗ്ദത്തം പറഞ്ഞത്. നേരെ തിരിച്ചാണ്, വാഗ്ദത്തം നൽകിയത് നിമിത്തം സാഹചര്യങ്ങൾ അനുകൂലമാകും. അല്ലെ, അബ്രഹാമിനും സാറാക്കും കുഞ്ഞുണ്ടാകുമെന്ന് മുന്നത്തേതിൽ ബുദ്ധിപരമായി അറിഞ്ഞിട്ട് ദൈവം വാഗ്ദത്തം കൊടുത്തതല്ല, വാഗ്ദത്തം കൊടുത്തത് കൊണ്ടാണ് അവർക്ക് പുത്രോത്പാദനത്തിനുള്ള പ്രാപ്തി ദൈവം നൽകിയത്. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടോ ആ വിഷയത്തിൽ? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറക്കണം, വാഗ്ദത്തം കിട്ടിയത് നിമിത്തം ദൈവം സാഹചര്യങ്ങളെ വാഗ്ദത്തത്തിന് ഒത്തവണ്ണം മാറ്റിമറിക്കുവാൻ ശക്തനാണ്. സാഹചര്യങ്ങൾ നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്, വാഗ്ദത്തം നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയ
ദൈവജനമേ, ഈ ഹോള് പണിഞ്ഞതുപോലെ ഇതൊരു വാഗ്ദത്ത നിവൃത്തിയാണ് ഈ ഹോള്. അതുകൊണ്ടാണ് ഇത് എല്ലാ ആഴ്ചയും വരുമ്പോൾ നിങ്ങൾക്കൊരു ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഹോൾ എങ്ങനെയാ പണിഞ്ഞു. ഇത് നിങ്ങളൊക്കെ മരിച്ച് ഇനി അടുത്ത തലമുറ വരുമ്പോൾ, ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ അന്നും ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഹോൾ എങ്ങനെ പണിഞ്ഞു എന്നറിയാമോ? ഞങ്ങളുടെ അപ്പച്ചൻ്റെ കാലത്താണ് ഇത് സംഭവിച്ചത്, അല്ലേ? സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തം ഉള്ളത് കൊണ്ട് മാത്രം ഇത് നടന്നു, ഇല്ലെങ്കിൽ നടക്കത്തില്ലായിരുന്നു. നമ്മളെ കൊണ്ടൊന്നും ഇത്രയും വലിയ ഹോളൊന്നും കെട്ടാൻ പറ്റത്തില്ലായിരുന്നു. ദൈവം ചെയ്ത പ്രവൃത്തി അവൻ വാഗ്ദത്തം നിവർത്തിച്ചു. അതുകൊണ്ട് പ്രിയ ജനമേ, വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചുറച്ചിരിക്കുക, അവനിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ദൈവം ആരാണ്? മരിപ്പിന്റെ അവസ്ഥ മാറ്റുവാൻ കഴിയുന്ന ഉയിർപ്പിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നും കാണുന്നില്ല കർത്താവേ, ഇല്ലാത്തതിൽ നിന്ന് സകലവും ഉളവാക്കുവാൻ ശക്തിയുള്ള വചനമയക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇല്ലായ്മയെ നോക്കി നിങ്ങൾ സങ്കടപ്പെടേണ്ടിയിരിക്കേണ്ട കാര്യമില്ല. ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ഇല്ലായ്മയൊക്കെ മാറും. അവിടെ ദൈവം അവന്റെ വചനത്തിനൊത്തവണ്ണം ഉളവാക്കും. അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്ന ഏക വിഷയം ഇതാണ്: വിശ്വസിക്കുക. വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക. നിങ്ങൾ വാഗ്ദത്തം ഒന്നും പ്രാപിച്ചില്ലെങ്കിൽ ആ വിഷയം പോയി ഹൃദയം പകരുക, വാ തുറക്കുക, നേരത്തെ കൊണ്ടുപോലെ വാ വിസ്താരമാക്കുക. വാ വിസ്താരമാക്കുമ്പോൾ ദൈവം വാഗ്ദത്തം നൽകും. അത് മുറുകെ പിടിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. വാഗ്ദത്തം തന്നവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ സാധാരണ, നിങ്ങൾക്കറിയാലോ, ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ മെസ്സേജസ് ഒന്നും അല്ല തരുന്നത്. ഞാൻ സാധാരണ ഉപദേശമാണ്, അല്ലേ? ഇന്ന് രാവിലെ എഴുന്നേറ്റ് അതൊക്കെ തരാൻ തന്നെ ഒരുങ്ങിയത്. പക്ഷെ കർത്താവ് മാറ്റി, മെസ്സേജ് മൊത്തം മാറ്റി. പാഠശാല അടുത്ത പ്രാവശ്യം ആവാം. ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനായിട്ടാണ് അയച്ചത്. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ പ്രസംഗത്തിലൊന്നും പറയാത്ത കുറച്ച് കാര്യങ്ങൾ, എന്നെക്കുറിച്ച് തന്നെ ഞാൻ സാധാരണ പറയാറില്ല. എൻ്റെ സാക്ഷിയൊന്നും അങ്ങനെ വെച്ച് സമയം കളയാറില്ല, എന്നെക്കുറിച്ച് പറഞ്ഞ് സമയം കളയാറില്ല. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ വസ്തുതകൾ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാലോ എൻ്റെ പശ്ചാത്തലം. ഒരുപാട് നാള് വളരെ ഒറ്റപ്പെട്ട്, ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നടക്കുന്ന ഒരാളാണ്. പല സാഹചര്യങ്ങളിലും ദൈവജനം ഇല്ലാതെ പോയിട്ടുണ്ട്. അതാരുമില്ല കൂട്ട്. അല്ലാതെ കണ്ടുപിടിക്കാത്തത് കൊണ്ടോ ഞാൻ മാറി നടക്കുന്നത് കൊണ്ടല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം പല രീതിയിൽ എന്നെ കഴിഞ്ഞ 20-22 വർഷമായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗിക്കുന്നത് എനിക്ക് രുചിച്ചറിഞ്ഞ ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് ഈ പങ്കുവെക്കുന്നത്. അല്ല രാവിലെ വായിച്ച് പ്രസംഗക്കുറിപ്പുണ്ടാക്കി വന്ന പ്രസംഗമല്ലിത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിക്കാനിടയായി. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്നതാണ്, ജോർജ് മുള്ളറിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ജോർജ് മുള്ളർ ഒരു വലിയ ദൈവദാസനായിരുന്നു, ഇംഗ്ലണ്ടിലുള്ളൊരു ദൈവദാസനായിരുന്നു. പുള്ളി വിശ്വാസത്താൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരുടെയും ഒരു പൈസ ചോദിക്കത്തില്ല. പുള്ളിയുടെ ഒരാവശ്യവും പുള്ളി ഒരു മനുഷ്യരോടും പറയത്തില്ല. പ്രാർത്ഥനയിൽ മാത്രം ദൈവത്തിന്റെ മുമ്പിൽ വെക്കും. എന്നിട്ട് സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മാര്യം അല്ല മാത്രം നോക്കിയത്. പുള്ളി ഒരു തീരുമാനം എടുത്തു, എനിക്കിതൊന്ന് തെളിയിക്കണം, പ്രാർത്ഥന ഫലിക്കും, ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് ഫലിക്കും, ഒന്ന് തെളിയിച്ച് കാണിക്കണം. അതിന് ഞാനും എൻ്റെ പിള്ളേരും 4 വയറ് നിറഞ്ഞാൽ പോരാ. പുള്ളി എന്ത് ചെയ്തു? പുള്ളി അനാഥരെ എടുത്ത് ഒരു അനാഥാലയം, 1000ങ്ങളുള്ള അനാഥാലയം നടത്തി. ഇന്നേ വരെ ഒരു ദിവസം പോലും ₹1 ആരോടും ചോദിച്ചിട്ടില്ല. അപ്പൊ അത് വായിക്കണം. ജോർജ് മുള്ളറിന്റെയൊക്കെ ആത്മകഥ മലയാളത്തിലും കിട്ടുന്നതാണ്, എടുത്ത് വായിക്കണം. നിങ്ങൾക്ക് മുഴുവൻ കഥകളാണ്. എങ്ങനെ ദൈവത്തിൽ ഓരോ രൂപയ്ക്ക്, ഓരോ പൈസയ്ക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് അനാഥ പിള്ളേര് വലിയ കോമ്പൗണ്ടൊക്കെ കെട്ടി അവരെ നോക്കി. ഇന്നവരെ ഒരു ഫണ്ട് റൈസിങ് നടത്തിയിട്ടില്ല, ഒരു റിപ്പോർട്ട് അയച്ചിട്ടില്ല ആർക്കും. പുള്ളി വർഷാവസാനം ഒരു റിപ്പോർട്ട് നടത്തും, ദൈവം എങ്ങനെയൊക്കെ നമ്മളെ നടത്തിയെന്ന്. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പ്രാർത്ഥന ഫലിക്കും. ഇന്ന് ദേവദാസന്മാർ നിങ്ങൾക്കറിയാലോ, പിച്ചക്കാരന്മാരാണ്. എവിടെ പോയാലും കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നവന്മാരാണ്. അവരെയൊക്കെ ചോദിക്കുമ്പോൾ ജോർജ് മുള്ളറിനെ പോലുള്ള ദേവദാസന്മാർക്കായി ദൈവത്തിന് സ്തോത്രം. പൈസയെ തരണ്ട, ദൈവം തന്നോളൂ, അല്ലെ? അതുപോലൊരു മിഷണറി ആയിരുന്നു, ചൈനയിൽ പോയ മിഷണറി ആയിരുന്നു ഹഡ്സൺ ടൈലർ. പുള്ളി ഇതുപോലെ വിശ്വാസത്താൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി. ഇതൊക്കെ വായിച്ച് തുടക്കത്തിൽ ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു, ഞാൻ വിശ്വാസത്താൽ ജീവിക്കും, അല്ലെ? നിങ്ങൾക്കറിയാം, ഞാൻ IT-യിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ കയറി 1 വർഷം കഴിഞ്ഞപ്പോഴേ ദൈവം പറഞ്ഞു, നീ സെമിനാരിയിൽ പോകണം, അമേരിക്കയിൽ സെമിനാരിയിൽ പോകണം. അപ്പൊ അന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി രാജിവെച്ച് പൂർണ്ണസമയം ശുശ്രൂഷകനായി. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെങ്ങനെ പോവും, അമേരിക്കയിൽ പോകുന്ന പറഞ്ഞാൽ നല്ല ചെലവാണ്, അല്ലേ? വീട്ടിൽ നിന്ന് എന്തായാലും ഒന്നും കിട്ടാൻ പോകണില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. 10 വർഷം പ്രാർത്ഥിച്ചു.
10 വർഷത്തിന്റെ ആ ഒരു അവസാന കാലം, ഇതിന്റെ നിവൃത്തിയൊക്കെ അടുക്കാറായപ്പോൾ ഞാൻ തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു സഭയിൽ ഒരു ദിവസം പോയപ്പോൾ ഇന്ന് ഇവിടെ ചെയ്തതുപോലെ അവിടുത്തെ മൂപ്പൻ എഴുന്നേറ്റ് 34-ാം സങ്കീർത്തനം അങ്ങോട്ട് വായിച്ചു. അത് വായിച്ച് അതില് 10ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ്? ബാലസിംഹങ്ങൾ പക്ഷേ യഹോവയെ ഭയപ്പെടുന്നവന് ഒരു നന്മയിലും കുറവില്ല. അത് വാക്യം ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു സഹോദരൻ, ഞാൻ ആ സഹോദരനെ ഒരിക്കലേ പരിചയപ്പെട്ടിട്ടുള്ളൂ, അതിനു മുമ്പ് ആ മീറ്റിങ്ങിന് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ടിട്ട് അങ്ങനെ തട്ടിയാണ്, അത് നിനക്കുള്ള വാക്യമാണ്. ഓ ശരി, എല്ലാ വാക്യവും എനിക്കുള്ളതാ. പക്ഷെ ആ 10ാമത്തെ വാക്യം പിന്നീട് ഞാൻ എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ എനിക്ക് ദൂത് പറയുന്നത് ആ വാക്യമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് അത് സംസാരിക്കാൻ. ഞാനത് ഏറ്റെടുത്തു. അത് ഏറ്റെടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കർത്താവ് പറഞ്ഞു, അപ്ലൈ ചെയ്യും. എന്തോന്ന് അപ്ലൈ ചെയ്യാൻ? അല്ല, നീ സെമിനാരിക്ക് അപ്ലൈ ചെയ്യും. അയ്യോ കർത്താവ്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 3000 രൂപയേ ഉള്ളൂ. 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ, US എംബസിയിലെ വിസ ഇന്റർവ്യൂവിന് പോയി തോക്കണേ പോലും 3000 രൂപ പോരാ. പോയി ഒന്ന് തോക്കണേ പോലും 3000 രൂപ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്തോന്ന് അപ്ലൈ ചെയ്യും. പക്ഷെ ദൈവം പറഞ്ഞു അപ്ലൈ ചെയ്യ്. ദൈവം പറഞ്ഞ സ്ഥിതിക്ക് കയറി അപ്ലൈ ചെയ്തു. നമുക്കെന്തോ അപ്ലൈ ചെയ്തിട്ട് അവിടെ കിടക്കും, തട്ടിപ്പോവും. അല്ലാതെ എന്താ ഇത്ര വലിയ അപ്ലൈ ചെയ്യാൻ എന്താ ഇത്ര പാട്? അതുകൊണ്ട് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തത് ഒരു മാർച്ച് മാസം 6-ാം തീയതിയാണ്. അന്ന് രാത്രി ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അമേരിക്കയിലുള്ളൊരു മലയാളി സഹോദരിയാണ് എന്നെ വിളിച്ചത്. പണ്ട് എൻ്റെ ശുശ്രൂഷയിൽ ഭാഗമായിരുന്ന ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഒരു ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഞാൻ പറഞ്ഞു, എന്താ വല്ല അസുഖമാണോ? പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങളാ കാരണം. എന്താ കാരണം? അയ്യോ ദൈവം ഭാരം തരുന്നു, നിങ്ങൾ അമേരിക്കയിൽ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ ചെലവും ഞങ്ങൾ നോക്കിക്കോളാം. 10 വർഷത്തിനിടയിൽ ഞാൻ ഒരൊറ്റ വ്യക്തിയോട് പറഞ്ഞില്ല എനിക്ക് അമേരിക്ക പോകാൻ പൈസ തരണം. ഒരൊറ്റ പാസ്റ്ററോട് ഞാൻ പറഞ്ഞില്ല, സഭയിൽ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. എൻ്റെ ജോലിപരമായിട്ട് എനിക്ക് ഒരുപാട് അമേരിക്കക്കാരെ അറിയാവുന്ന, ഒരുപാട് അമേരിക്കൻ വിശ്വാസികളെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്കറിയാവുന്നു. അവർക്ക് ആർക്കും മെയിലൊന്നും അയച്ചില്ല എനിക്ക് പഠിക്കാൻ വേണം. ചാടി വീണനെ അവരൊക്കെ ഉടനെ. ഒരു മനുഷ്യനോടും പറഞ്ഞില്ല, ദൈവത്തോട് മാത്രം പറഞ്ഞു. തക്ക സമയമായപ്പം എണ്ണാൻ പറ്റാത്ത അത്രയും പൂജ്യമുള്ളൊരു അക്കൗണ്ട് മുഴുവൻ നിങ്ങൾക്ക് തരാമെന്ന്. അന്ന് ഞാൻ മനസ്സിലാക്കി, വിശ്വസിച്ചാൽ ദൈവം വിശ്വസ്തനാണ്, അവൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഞാൻ അമേരിക്കയിലേക്ക് കടന്നു പോകാനിടയായത്. 3000 രൂപ വെച്ച് അമേരിക്കയിൽ പോയി. നമുക്ക് 3000 ഉള്ളൂ, പക്ഷേ എല്ലാ കാര്യങ്ങളും നോക്കാൻ ദൈവമായിട്ട് സമ്പത്ത് ഒരുക്കി. ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ മലയാളികളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ പോയത്. മലയാളികളായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ലായിരുന്നു. ഞാൻ വെള്ളക്കാരുടെ സഭകളിലാണ് ശുശ്രൂഷിച്ചതും പ്രവർത്തിച്ചതും എല്ലാം. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്നാലും പുതുതായിട്ടൊക്കെ വന്നിരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്കൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹായിക്കാൻ അച്ചായന്മാരും ചേട്ടന്മാരും സഹോദരിമാരും ആരും ഇല്ല. നമ്മൾ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ പാടുപെട്ടു ആദ്യകാലത്ത്. അപ്പൊ അമേരിക്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഡംബരമേ അല്ല. ഇവിടെ നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കുന്ന പോലെയൊക്കെ ഉള്ളൂ. ചെരുപ്പില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ. അവിടെ പ്രത്യേകിച്ച് ഞാൻ പോയ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശീതകാലം, വളരെ തീക്ഷ്ണമായിട്ട് -20 പോകുന്ന സ്ഥലത്താണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും പുറത്തുപോയി സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് കാറില്ലെങ്കിൽ സാധനം വാങ്ങിച്ചില്ല എങ്ങനെ ആഹാരം കഴിക്കും? പട്ടിണി കിടക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് കാർ അത്യാവശ്യമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാറൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്കങ്ങനെ വലിയ കാറുമായിട്ട് വലിയ ബന്ധവും ഇല്ല, അങ്ങനെ അതിൽ വലിയ ജ്ഞാനവും ഇല്ല. അപ്പോൾ കാർ വാങ്ങിക്കാൻ അതിപ്പോൾ പൈസയൊക്കെ ദൈവം പതുക്കെ ഒരുക്കി തുടങ്ങി. കാരണം ശുശ്രൂഷയിലൂടെയൊക്കെ തന്നെ ദൈവം ഒരുക്കി തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാർ വാങ്ങിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് വേറൊരു നഗരത്തിൽ പോയി ശുശ്രൂഷ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2 ദിവസം ലീവ് എടുത്ത് ഞാൻ താമസിക്കുന്ന നഗരത്തിൽ വന്ന് കാർ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കണം. അപ്പോൾ അന്ന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തും പിന്നെ ഒരു പാസ്റ്ററും ഉണ്ടായിരുന്നു. 2 പേർക്ക് സമയമില്ലെന്ന്. ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ പറയുകയാണ്, അയ്യോ അന്ന് ഞങ്ങൾ ഫ്രീ അല്ല കേട്ടോ, ഞാൻ ആ കൂടെ 2 ദിവസം ഈ നഗരത്തിലുള്ള എനിക്ക് വാങ്ങിച്ചു വെച്ച് പോകണം. നമ്മൾ താമസിക്കുന്ന നഗരത്തിൽ വേണം രജിസ്റ്ററൊക്കെ ചെയ്യാൻ കാർ. അതുകൊണ്ട് നമ്മൾ ശരിക്കുള്ള നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് ഉള്ളിടത്ത് വേണം ഇത് വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ പാസ്റ്റർ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞു, അയ്യോ ബ്രദറെ, ഇന്ന് മുഴുവൻ പ്രശ്നമാണല്ലോ, ഓരോരുത്തർക്കും ഓരോരോ എമർജൻസിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വൈകുന്നേരം ആവും. വൈകുന്നേരം ആയ പിന്നെ കടയൊക്കെ അടയ്ക്കും അല്ലേ? അപ്പോൾ പിന്നെ ഇനി എന്തോ ചെയ്യും? അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്. യോഹന്നാൻ 17:23 പറഞ്ഞിരിക്കുന്നത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പിതാവിനെ ഓർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ നഗരത്തിൽ യേശുക്രിസ്തു ഇന്ന് രാവിലെ വന്നിട്ട് ഒരു കാർ വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ പിതാവായ നീ എത്രമാത്രം യേശുവിനെ സഹായിക്കും, അത്രമാത്രം എന്നെ ഇന്ന് സഹായിക്കണം
കാരണം എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വല്ല ചതിയിലും പോയി പെടരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വെച്ച് കാർ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ചതി പെടരുത് എന്നും പറഞ്ഞു വെച്ച് ഞാൻ കണ്ണും പൂട്ടി അങ്ങ് ഇറങ്ങി പോയൊരു കാറൊക്കെ വാങ്ങിക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു $2000 എന്ന് പറഞ്ഞാൽ 1,60,000 രൂപ കുറവുണ്ട് എൻ്റെ കയ്യിൽ. അടുത്ത ദിവസം കാർ വാങ്ങിക്കണം, അതിൻ്റെ അടുത്ത ദിവസം ശുശ്രൂഷ ചെയ്യുന്ന മറ്റേ നഗരത്തിൽ പോകണം. ഈ ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം എവിടെ കൊണ്ടുണ്ടാക്കാനാണ്? അപ്പോൾ ഞാൻ പിന്നെയും പോയി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പറയും പിന്നെ നാളെ വരാൻ കാശൊക്കെ തരാമെന്ന്. വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. രാത്രി ആയപ്പോഴൊന്നും ഒരു ഫോൺ കോളിലോ ഒന്നുമില്ല, കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴും എഴുന്നേറ്റു, ആരും പോകണമെന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, കാറ് പരിപാടിയൊക്കെ കൂട്ടി നമുക്ക് പോകാമെന്ന് വിചാരിച്ച് എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ്. അപ്പോൾ ഈ ബാങ്ക് ഇവിടെയൊക്കെ ഉണ്ടെന്ന് നിൽക്കണം. ബാങ്ക് ഈ മെസ്സേജ് അയക്കുമ്പോഴെല്ലാം എൻക്രിപ്റ്റഡ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുറേ എക്സ്, കുറേ നമ്പർ, പിന്നെ കുറേ എക്സ്, അതൊക്കെ ഇങ്ങനെ എക്സ് ആയിട്ടിട്ട് ഇടയ്ക്കൊരു ഭാഗത്ത് വായിക്കാം $2,000. അങ്ങനെ $2,000. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കി, അതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഫോണിൽ ആപ്പിലെടുത്ത് നോക്കിയപ്പം എവിടുന്നോ ആരാണ്ടോ $2,000 അയച്ചിരിക്കുന്നു. ഞാനൊരു മനുഷ്യനോടും പറഞ്ഞില്ല, ഒരാളോടും പറഞ്ഞില്ല എനിക്ക് $2,000 കുറവാണ്, നാളെ കാർ വാങ്ങിക്കണമെന്ന്. ദൈവം പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ ദൈവത്തിൻ്റെ വിശ്വസ്തത കണ്ടു. തിരിച്ച് ഞാൻ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങൾക്കറിയാലോ, ഞാൻ വന്ന ദിവസം മുതൽ ചിലർ കിടന്ന് വിളിക്കുകയാണ്, ബാ പാസ്റ്ററെ ബാ, വന്ന് ഞങ്ങളുടെ സഭയുടെ മെയിൻ പാസ്റ്ററാവ്. ഞാൻ ചോദ്യം ചോദിക്കോളൂ, നിങ്ങൾക്ക് അമേരിക്കയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എങ്കിൽ ബൈ. അമേരിക്കൻ സാമ്പത്തികമോ അമേരിക്കൻ സഭകളുമായിട്ട് ബന്ധമുള്ള സഭകളിൽ ഞാൻ പ്രവർത്തിക്കത്തില്ല. എനിക്ക് വെള്ളക്കാരുമായിട്ടൊരു ബന്ധവും ഇല്ല. ഞാൻ വെള്ളക്കാരുടെ എല്ലാം കണ്ടേച്ചാ വന്ന് എനിക്ക് മതിയായി. അപ്പോൾ ചിലർ വിളിക്കും, അയ്യോ ഇത് വെള്ളക്കാരൊന്നും ഇല്ല, പക്ഷെ പട്ടണത്തിലാണ്. പാശ്ചാത്യ സംസ്കാരം ഫോളോ ചെയ്യുന്ന വലിയ പരിഷ്കാരികളുടെ സഭ, അതും എനിക്ക് വേണ്ട. ഞാൻ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സഭകളിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. സാധാരണ നിങ്ങൾക്കറിയാലോ, ഈ പുറത്തൊക്കെ പോയി ഇംഗ്ലീഷൊക്കെ പ്രസംഗിക്കുന്നവർ ഇങ്ങനത്തെ സഭകൾ സാധാരണ വരാറില്ല, അല്ലേ? അവരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരത്തുള്ളൂ. പക്ഷേ ഞാൻ തിരിച്ച് വന്നപ്പോൾ തൊട്ട് തീരുമാനിച്ചൊരു കാര്യമാണ്, ഞാൻ ഗ്രാമീണ ശുശ്രൂഷകന്മാർക്കും ഗ്രാമീണ സഭകളിലും പോയി പ്രസംഗിക്കും. ഇംഗ്ലീഷൊന്നും പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ സായിപ്പന്മാരുടെ സഭകളിൽ ഇംഗ്ലീഷൊക്കെ പ്രസംഗിച്ച് ആ മോഹമൊക്കെ തീർന്നു. അതൊക്കെ ചുമ്മാ വെറും ചാട മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലേ? അതൊന്നും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഇറങ്ങി. അപ്പോൾ ഇതൊരു സംഘടനയല്ല, ഒരു സഭയല്ല, ശമ്പളമില്ല, അല്ലേ? അതൊന്നും ഞാൻ വാങ്ങിക്കത്തും ഇല്ല, അല്ലേ? ഞാൻ സഭകളിൽ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും ഒരു പാസ്റ്ററോട് പറഞ്ഞിട്ടില്ല ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ എനിക്ക് ഇത്ര രൂപ തരണം, ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല. പല സഭകാരും വിളിക്കാറുണ്ട് അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരിടത്ത് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം ശരി ബ്രദറെ, ഗോഡ് ബ്ലെസ് യു, ഇത്രയേ ഉള്ളൂ. അതിലെനിക്കൊരു ദുഃഖവുമില്ല. കാരണം ഞാൻ തീരുമാനമെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ചോദിക്കാതെ എനിക്കൊരിടത്തുനിന്ന് തരികയാണെങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കത്തുള്ളൂ. അത് ദൈവത്തിൽ നിന്ന് വന്നാണെന്ന് ഞാൻ എണ്ണും. ഇംഗ്ലീഷിൽ പറയും അൺസോളിസിറ്റഡ് ഗിഫ്റ്റ്സ്. ചോദിക്കാതെ ഒരാൾ തരുന്നു, ദൈവം അയാളുടെ ഉള്ളിൽ ബോധ്യം നൽകി തരുന്നു, എങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. ഇപ്പം 4 വർഷമായി ഞാൻ ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് ഈ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ എനിക്ക് ഒരാവശ്യത്തിൽ അയ്യോ പൈസ കുറവാണല്ലോ എന്ന് പറയേണ്ടി വന്നിട്ടില്ല. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആരെയെങ്കിലും എൻ്റെ അമ്മയോ അച്ഛനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം നോക്കി നടത്തുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ടാണ് ഞാൻ അന്ന് രാവിലെ കർത്താവിനോട് പറഞ്ഞു വായു വിസ്താരമാക്കാൻ ഞാൻ നിറയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ബോധ്യത്തോടെ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഈ ആലയൊക്കെ ദൈവം പണിയും. അയ്യോ ഇത് 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ആവും. ആകട്ടെ, അതൊന്നും ഒന്നുമല്ല. ഞാൻ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് വേണ്ടി ദൈവം ചെലവാക്കിയ ആ കണക്കെല്ലാം കൂടെ കൂട്ടിയപ്പോൾ കോടികൾ വരും. വെറും 3000 രൂപയായിട്ട് ഇരുന്ന IT-ന്ന് രാജിവെച്ച് വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്ത് വേറെ ആ സേവിങ്സ് ഒക്കെ 3000 ആയിട്ട് അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് അവിശ്വാസമില്ല. ദൈവം വാഗ്ദത്തം നൽകിയ ഒരു വിഷയമാണെങ്കിൽ അവനിൽ ആശ്രയിച്ചാൽ ദൈവ മഹത്വം തന്നെ വെളിപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത്, ഈ ആലയം നിങ്ങളോട് പറയുന്ന ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഉടനെ ചാടി ഇറങ്ങി വല്ല മനുഷ്യരുടെയും സഹായം തേടാൻ പോകരുത്. ഉടനെ ചാടി ഇറങ്ങി ഒരു കടം എടുക്കാം, ഒരു ലോൺ എടുക്കാം. അല്ലല്ല, ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സഹായിക്കുവാൻ കഴിയും. അവൻ സമ്പന്നനാണ്, എല്ലാവർക്കും കൊടുക്കുവാൻ സമ്പന്നനായ ദൈവമാണ്. റോമാലേഖനത്തിലെ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും കൊടുക്കുവാൻ സമ്പന്നനായ ദൈവമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷം 2022 ഒരു ആക്സിഡന്റിൽ പെട്ടു. ഇതുപോലെ ഗ്രാമീണ ശുശ്രൂഷയ്ക്കായിട്ട് ദൂരെ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുന്ന വഴി വലിയൊരു ആക്സിഡന്റിൽ പെട്ട് 8 മാസം കിടക്കയിലായി.
അത് ഒരുപാട് ചികിത്സയും കാര്യത്തിനൊക്കെ കാശ് ഒരുപാട് ചിലവായി. ഒരൊറ്റ സഭയിൽ ഞാൻ 1 രൂപ പോലും ചോദിച്ചിട്ടില്ല, ആരും തന്നിട്ടുമില്ല. അത് വേറെ കാര്യം. ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു സഭക്കാര്, അന്ന് എനിക്ക് ഈ സഭയെന്ന് പറഞ്ഞു നിങ്ങളെന്ന് അറിഞ്ഞൂടാ, അന്ന് ഒരാൾ പോലും ഞാൻ ശുശ്രൂഷിക്കൊണ്ട് ഒരു സഭയും ഒന്നും തന്നിട്ടില്ല. പട്ടണത്തിലൊക്കെ ഒരുപാട് സഭകൾ എന്നെ അറിയാവുന്നവരാണ്, അവരൊന്നും 1 രൂപ തന്നിട്ടില്ല. എൻ്റെ ഈ അനുഭവത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പഠിച്ച കാര്യം പറയട്ടെ. പട്ടണത്തിലെ ഒരുപാട് സമ്പത്തുള്ള സഭകളാണ് പിശുക്കന്മാർ, പണഭ്രാന്തന്മാര്. ഞാൻ പോകുന്ന പല പാവപ്പെട്ട ഗ്രാമീണ സഭകളിലെയും സഹോദരങ്ങൾ അവർക്ക് ഇല്ലെങ്കിൽ പോലും ദൈവദാസനെ മാനിക്കണം എന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എടുത്തു തരും, അല്ലേ? അത് ഞാൻ കണ്ടിട്ടുള്ളൂ. പാവപ്പെട്ടവർക്കാണ് ഈ പിശുക്കില്ലാത്തത്. പണമൊക്കെ ഒരുപാടുള്ള കോടികൾ കിടക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. കോടികൾ. അമേരിക്കയിൽ 70 വീടുള്ള ഒരു പാസ്റ്റർ എനിക്കറിയാം. 70 വീടുകളുള്ള പാസ്റ്റർ, പെന്തക്കോസ്ത് പാസ്റ്ററാണ്. 70 വീടുകളുണ്ട്. അതെല്ലാം കൂടെ വിറ്റാ ഇവിടെ എത്ര മിഷണറിമാർക്ക് കൊടുക്കാൻ പറ്റും? കൊടുക്കത്തില്ല. ഇവനൊക്കെ ഉടലോടെ നരകത്തിൽ പോകാനിരിക്കുന്ന പാസ്റ്റർമാരാണ്. 70 വീടുള്ളവൻ. അവിടെയൊക്കെ പോയാൽ ഒന്നും തരാൻ പോകുന്നില്ല. കാരണം എന്താണ്? പണഭ്രാന്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്സിഡന്റിൽ പെട്ട് ഇത്രയും മാസം കിടന്നെങ്കിലും ഒരു പ്രയാസവും വരുത്താതെ ദൈവം എന്നെ കരുതി. അവിടെ നിന്നൊക്കെ ആരോ കേൾക്കാത്തവരൊക്കെ ദൈവമായിട്ട് ഒരുക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു, അല്ലേ? അങ്ങനെ നമ്മുടെ 2 കൊരിന്ത്യർ 6:10 പൗലോസ് പറയുന്നത് പോലെ ദരിദ്രനെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവൻ എന്ന് പറയുന്നതാണ് എൻ്റെ അനുഭവം. ഈ അനുഭവത്തിനിടയിൽ, ഞാൻ ഈ വിശ്വസിച്ച് ജീവിക്കുന്നിടയിൽ പലരുടെ ജീവിതത്തിൽ സാമ്പത്തിക നന്മകൾ നടക്കുവാൻ ദൈവം എന്നെ മുഖാന്തരമാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൂടെ അങ്ങനെ അനവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ സാക്ഷ്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് എനിക്ക് ബോധ്യമുള്ള, രുചിച്ചറിഞ്ഞ സത്യങ്ങളാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിൽക്കുക. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അനുഭവ സമ്പത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്, പരിചയത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. വിശ്വസിച്ചാൽ അവൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഇനി നമ്മുടെ വേദഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ വായിച്ച അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് 5 കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ചിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് അതിന്റെ 17ഉം 18ഉം വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുക. അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകും, ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതാണ് ഒന്നാമത്തെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ സവിശേഷത. അവൻ ആശയ്ക്ക് വിരോധമായി ദൈവവചനത്തിൽ ആശിച്ചു. ആശയ്ക്ക് വിരോധമായി അവൻ ദൈവവചനത്തിൽ ആശിച്ചു. ഇവിടെ 17ഉം 18ഉം നിങ്ങൾ കാണുന്നുണ്ട്, 2 വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. നിന്റെ സന്തതി ഇവണ്ണമാകും 18-ാം വാക്യം, അത് ഉൽപ്പത്തി 15-ൽ നിന്നും ഉള്ളതാണ്, അല്ലേ? ഉൽപ്പത്തി 17-ൽ അബ്രഹാമിന്റെ പ്രായം 99, ഉൽപ്പത്തി 15-ൽ അത് 75, അല്ലേ? അപ്പോൾ എപ്പോഴാണ് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശിച്ചത്? ആശയ്ക്ക് ഒരു വകയും ഇല്ലാത്തപ്പോൾ. ഈ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം തലയാട്ടില്ല, അല്ലേ? നമ്മുടെ പണ്ടേ ഒരു പ്രസംഗം പറഞ്ഞത്, തിരുവനന്തപുരത്തെ വിശ്വാസികളൊക്കെ ഈ ഓയും പറഞ്ഞു രക്ഷിക്കപ്പെട്ടോ അല്ലേ? ഇങ്ങനെ ഈ പറയണതല്ല വിശ്വാസം, തലയാട്ടുന്നതല്ല വിശ്വാസം. നിങ്ങളൊരു ഞാണിന്റെ മേലെ തൂങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് പറയാ കൈവിട്, ഞാൻ പിടിച്ചോളാം. കൈവിട്ട അത് വിശ്വാസം, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കേട്ടു, ഇംഗ്ലണ്ടിലുള്ള ഒരു പ്രസംഗകൻ തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ ഒരു കളി ഇവിടുത്തെയൊക്കെ മാതാപിതാക്കൾ ചെയ്യാൻ കൊള്ളാവുന്നവരാണ്. അവരോട് കട്ടിലിൻ്റെ പുറത്ത് കയറി നിൽക്കാൻ പറയും, എന്നിട്ടെടുത്ത് ചാടാൻ പറയും. ചാടുമ്പം അപ്പം പിടിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് കളി. കളിയുടെ പേര് വിശ്വാസം. പുള്ളി അങ്ങനെയാണ് വിശ്വാസം. കൊച്ചു കുഞ്ഞുങ്ങളാണ്. കട്ടിലിൽ നിന്ന് ചാടുമ്പം അപ്പം പിടിക്കുമോ പിടിക്കൂലേ എന്നുള്ളത് അപ്പം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കളിയാണ്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചാടുകയാണെങ്കിൽ അത് വിശ്വാസം. അല്ലാതെ ചാടാതെ അവിടെ നിന്നിട്ട് ദൈവം വിശ്വസ്തൻ തന്നെ, ഹല്ലേലൂയ കൈയൊക്കെ അടിച്ച് പാസ്സാക്കുന്നതിന് വിശ്വാസമൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലെ? വിതയ്ക്കുന്നവന്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞു, പാറ വളരെ പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് വിത്തിട്ട ഉടനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് വളരും, കൈയൊക്കെ അടിച്ച് അങ്ങോട്ട് പാസ്സാക്കും. പക്ഷേ വചന നിമിത്തമുള്ള പരീക്ഷ കടന്നു വരുമ്പോൾ, സൂര്യൻ വരുമ്പോൾ പെട്ടെന്ന് വാടിയും പോകും.
അതുകൊണ്ട് വചന ശുശ്രൂഷയുടെ സമയത്ത് എത്ര ഒച്ചത്തിൽ നിങ്ങൾ ഹാലലുയ പറഞ്ഞെന്നോ കൈയടിച്ചെന്നോ ഉള്ളതല്ല വിഷയം. ഈ കേട്ട വചനപ്രകാരം റിസ്ക് എടുക്കാൻ തയ്യാറാണോ? 99 വയസ്സിൽ കർത്താവ് വന്ന് അബ്രഹാമിന്റെ പേരൊക്കെ മാറ്റി അബ്രഹാം എന്നൊക്കെ ആക്കിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്നെ ബഹുജാതികളുടെ പിതാവാക്കാൻ പോകുന്നു. അപ്പൊ തന്നെ അബ്രഹാം 99 വയസ്സിലോ? അപ്പോൾ വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞു എന്ന് ലോകം മുഴുവൻ എഴുതി കഴിയുമ്പോൾ ഇല്ല, കഴിഞ്ഞിട്ടില്ല, വാഗ്ദത്തം ലഭിച്ചതാണ്, അതുകൊണ്ട് അത് നിവർത്തിക്കുമെന്ന് ഒരുത്തൻ ആത്മാവിന്റെ പ്രചോദനത്താൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനെയാണ് വിശ്വാസം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ തലയാട്ടുന്നതിനല്ല വിശ്വാസം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മാനുഷികപരമായിട്ടും ബുദ്ധിപരമായിട്ടും ആശയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിൽ ദൈവവചനം ഒന്നുകൊണ്ട് മാത്രം എനിക്ക് ആശിക്കാൻ വകയുണ്ടെന്ന് പറയുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ലോകമുണ്ട്, ബുദ്ധിപരമായി ഉണ്ട്, മാനുഷികമായ സഹായമുണ്ട്, പിന്നെ ദൈവമുണ്ട്, അതല്ല വിശ്വാസം. അതല്ല വിശ്വാസം. ഒരു വാക്യം വായിക്കാം. യെരമ്യാവ് 17:7-8. യെരമ്യാ 17:7-8. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം. കണ്ടോ? സാഹചര്യങ്ങളൊക്കെ വിപരീതമാണേലും ഫലപ്രാപ്തിയുള്ളൊരു മരം പോലെ ആയിരിക്കും ആര്? യഹോവയിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന ഭാഗ്യവാൻ. എന്നാൽ അതിന്റെ മുൻപിലത്തെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചേ. മനുഷ്യനിൽ ആശ്രയം വെക്കുകയും ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവൻ. എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിവുണ്ട്, എനിക്ക് താലന്തുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയത്തിൽ ദൈവത്തിൽ നിന്ന് പിന്മാറുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഹൃദയത്തിൽ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയമുള്ളവൻ ശപിക്കപ്പെട്ടവൻ. അടുത്ത വാക്യം. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആയിരിക്കും. വായിച്ചോട്ടെ. എല്ലാരും കേട്ടോ? വ്യത്യാസം മനസ്സിലായോ? യഹോവയിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്നവൻ ഏത് ഉഷ്ണത്തിലും ഫലം കായ്ക്കുന്ന ഒരു നീരിനടുക്ക പാർക്കുന്ന ഒരു മരം പോലെ ആയിരിക്കും. എന്നാ ഭുജബലം ജഡമാക്കി വെച്ചിരിക്കുന്നവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആയിരിക്കും. നിങ്ങൾ ഇതിലേതാ? അതാണ് ഞാൻ പറഞ്ഞത്. യഹോവയിൽ മാത്രം ആശ്രയം വെക്കുന്നതാണ് ആശയ്ക്ക് വിരോധമായി ആശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൂക്കോസ് 5:4-5 പത്രോസിനോട് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസിന്റെ മറുപടി ലൂക്കോസ് 5:4-5. ശീമോനോട് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന്റെ മറുപടി ഒന്ന് കേൾക്കുക. അടുത്ത വാക്യം. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അബ്രഹാമിന് 100 വയസ്സായി, ഇനി ഒന്നും സംഭവിക്കാൻ പോകത്തില്ല, ഇനി സാധ്യതകളൊന്നുമില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഇനി എന്തോന്ന് കിട്ടുമെന്നായി പറയുന്നേ. പക്ഷെ അവിടെ തീർന്നില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. എന്തോ അടുത്തത്? എങ്കിലും നിന്റെ വാക്ക് കേട്ടത് കൊണ്ട് വല ഇറക്കാം. അതാണ് നേരത്തെ പറഞ്ഞ റിസ്ക് ചെയ്യാം. ആശയ്ക്ക് വിരോധമായി ആശിക്കുക. എല്ലാ സാധ്യതകളും അടഞ്ഞു കർത്താവേ, എല്ലാ സാധ്യതകളും തീർന്നു കർത്താവേ, എങ്കിലും നീ വാഗ്ദത്തം നൽകിയത് കൊണ്ട്, നീ വചനം പറഞ്ഞതുകൊണ്ട്, നീ പറഞ്ഞതുകൊണ്ട് മുന്നോട്ട് പോകാം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് വിശ്വാസം. അല്ലാതെ ഇതിലും അതിലും എല്ലാ വള്ളത്തിലും കാല് വെച്ച് ദൈവം ചെയ്തു എന്ന് പറയുന്ന മതപരമായുള്ള സംസാരമല്ല വിശ്വാസം. സ്വന്തം ജഡത്തിലൊക്കെ ചെയ്ത് വെച്ച് സഭയിൽ വന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുന്ന കള്ള കപട ഭക്തി അല്ല വിശ്വാസം. എന്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നു, ഞാൻ തീർന്നു എന്ന് പറയുന്നിടത്താണ് വിശ്വാസം.
എൻ്റെ ദൈവം സഹായിച്ചില്ലായിരുന്നു, ഞാൻ തീർന്നു, ഞാൻ ചത്തു, ഞാൻ മരിച്ചു, എനിക്കൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അബ്രഹാമിനെ ദൈവം സഹായിച്ചില്ലായിരുന്നു, ഒരു കുഞ്ഞും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് പോലെ വേറെ ഒരു സാധ്യതയും ഇല്ലായിരുന്നപ്പോൾ വാഗ്ദത്തമുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ആശയ്ക്ക് വകയുണ്ടായിരുന്നു പറയുന്നതാണ് ശരിയായ വിശ്വാസം. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. അതുകൊണ്ട് മാനുഷിക ബുദ്ധിയിലോ ജ്ഞാനത്തിലോ കഴിവിലോ ഉളവാകുന്ന ഒരു ആശയമില്ലാത്ത അവസ്ഥയിലും ആശയ്ക്ക് വിരോധമായി, മാനുഷിക ആശയ്ക്ക് വിരോധമായി വാഗ്ദത്തത്താലുള്ള ആശയാൽ അവൻ വിശ്വസിച്ചു. അതാണ് ഒന്നാമത്തെ സവിശേഷത. അടുത്തത് റോമാലേഖനം 4:19 വാക്യം. റോമാലേഖനം 4:19. ഗ്രഹിച്ചിട്ടും മതി, ഗ്രഹിച്ചിട്ടും. കണ്ടോ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഗ്രഹിച്ചു, അല്ലാതെ ഒന്നും മനസ്സിലാകാതെ അല്ല. തനിക്ക് 100 വയസ്സായെന്നും തൻ്റെ ശരീരം മരിക്കാറായെന്നും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായെന്നും എല്ലാ വസ്തുതകളും മനസ്സിലാക്കിയിട്ടാണ് കർത്താവിൻ്റെ ദാസൻ അവിടെ വിശ്വാസം കാണിച്ചല്ലേ. ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അല്ലാതെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത മൂഢമായ വിശ്വാസമല്ല, അല്ലെ. എല്ലാ യാഥാർത്ഥ്യങ്ങളും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. യാഥാർത്ഥ്യ ബോധ്യമുള്ള വിശ്വാസമാണ്. ചിലർ പഠിപ്പിക്കുന്ന വിശ്വാസം അന്ധവിശ്വാസമാണ്. ആ കണ്ണം കടച്ചേരെ, രോഗം വന്നിരിക്കുമ്പോൾ പറയാം രോഗമൊന്നും ഇല്ലെന്നങ്ങ് പറഞ്ഞേരെ, അതല്ല വിശ്വാസം. എല്ലാ യാഥാർത്ഥ്യവും നന്നായി മനസ്സിലാക്കി, എല്ലാ യാഥാർത്ഥ്യവും, എനിക്ക് രോഗമാണ്, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, അല്ലെങ്കിൽ എനിക്ക് സമ്പത്തില്ല, ഒരു പൈസയില്ല, എല്ലാ യാഥാർത്ഥ്യ ബോധ്യത്തോടെ, അല്ലാതെ കണ്ണടച്ചിരുട്ടാക്കുന്ന കബളിപ്പിക്കൽ ജാലവിദ്യ അല്ല വിശ്വാസം. ഇന്ന് അങ്ങനെ പ്രസംഗിക്കുന്നവന്മാരുമുണ്ട്. അങ്ങ് കണ്ണടച്ചേരെ, അതല്ല, അത് അന്ധവിശ്വാസമാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അന്ധവിശ്വാസത്തിലേക്കല്ല, യുക്തമായ വിശ്വാസത്തിലേക്കാണ്. ബുദ്ധിക്ക് ഹീനമായ വിശ്വാസത്തിലേക്കല്ല. ബുദ്ധിഹീനമായ അന്ധവിശ്വാസമല്ല ക്രിസ്തു മാർഗം, അല്ലെ. റോമാലേഖനം 12 പറയുന്നത് ബുദ്ധിക്ക് യോഗ്യമായ ആരാധന കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. ബുദ്ധിഹീനമായ ആരാധനയല്ല. എന്തെങ്കിലുമൊക്കെ ചേഷ്ട കാണിക്കാനല്ല ദൈവസന്നിധി നമ്മൾ കടന്നു വരുന്നത്. ബുദ്ധിക്ക് ഹീനമായതല്ല. അപ്പൊ എല്ലാം ഗ്രഹിച്ചു, സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് ഗ്രഹിച്ചു. പത്രോസും അങ്ങനല്ലേ, ഞങ്ങളെ രാത്രി മുഴുവൻ പണിയുന്നു കർത്താവേ, ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാനൊരു ഈ മത്സ്യത്തൊഴിലാളിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ അറിവൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാ യാഥാർത്ഥ്യവും ഗ്രഹിച്ചിട്ടും, അപ്പോൾ അന്ധവിശ്വാസമല്ല, കണ്ണടച്ചിരുട്ടാക്കുകയല്ല, സാഹചര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി എന്നിട്ടാണ് യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്നത്. അല്ലാതെ കണ്ണടച്ചിരുട്ടാക്കിയ അത് പോട്ടെ യഹോവ എന്നല്ല, എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? 112 സങ്കീർത്തനം എടുക്കുക. 112 സങ്കീർത്തനം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 112 സങ്കീർത്തനം 6 മുതൽ 8 വരെ ആരെങ്കിലും വായിക്കുക. അവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. ഇത് ആരായി അവൻ? ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആരായി അവൻ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഇനി തുടർന്ന് നമുക്ക് 6ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അവൻ, അങ്ങനെയുള്ളവൻ, യഹോവയിൽ ആശ്രയിച്ച് അവന്റെ വഴികളിൽ നടക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. സാഹചര്യ സമ്മർദ്ദം വരുമ്പോൾ ഭയപ്പെടുകയില്ല. ദുർവർത്തമാനം, ബാഡ് ന്യൂസ് എന്നാണ്. അതായത് എന്താ പറയാ, അശുഭമായ വാർത്ത വന്നു എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. അശുഭമായ, അതായത് നിങ്ങൾ കാത്തിരുന്ന പോലെ സ്കാൻ ചെയ്തപ്പോൾ അങ്ങനൊന്നുമില്ല, മഴയുണ്ടെന്ന് തന്നെ ദൈവം കാണിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നത്, അതായത് നിങ്ങൾ പ്രതീക്ഷ പോലൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള വാർത്തകൾ നിരന്തരമായി ഫോണിലൂടെയും അല്ലാതെയൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ടും അവൻ കുലുങ്ങുന്നില്ല. കാരണം എന്താ? അവൻ ബുദ്ധിഹീനനായോണ്ടാണോ? അല്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നത് കൊണ്ട് അവൻ കുലുങ്ങുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമായി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു യാഥാർത്ഥ്യം കാണുന്നുണ്ട്. അതാണ് എനിക്ക് വാഗ്ദത്തം നൽകിയ യഹോവ. അതാണ് വിശ്വാസം, പ്രിയപ്പെട്ടവരെ. അവൻ കുലുങ്ങുകയില്ല, അവൻ കുലുങ്ങുകയില്ല. 8ാമത്തെ വാക്യം വരെ വായിക്കാം.
അപ്പോൾ അവൻ്റെ ഹൃദയം കണ്ടോ കുലുങ്ങാതെ ഉറച്ചിരിക്കുകയാണ്. അതാണ് വിശ്വാസം. അല്ലാതെ സാഹചര്യ സമ്മർദ്ദം വരുമ്പോൾ വിശ്വാസം ഒന്നും വേണ്ട, അത് നടക്കാമെന്ന് പോലെ ദൈവത്തിനെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് പറയുന്നവന് വിശ്വാസമൊന്നുമില്ല. അല്ലേ? അല്പം ഒന്ന് സമ്മർദ്ദം കൂട്ടിയപ്പോഴത്തേക്ക് കളഞ്ഞു പോയി, വിശ്വാസമൊന്നുമില്ല. വിശ്വാസം അതാണ്, സമ്മർദ്ദങ്ങളെ നേരിടും, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടും. വാക്തത്വം ഉള്ളത് കൊണ്ട് എനിക്കറിയാം ഇത് സംഭവിക്കുമെന്ന്. അങ്ങനെ ഒരു ധൈര്യമുള്ളൊരു വിശ്വാസമായിരിക്കണം, ഉറപ്പുള്ളൊരു വിശ്വാസമായിരിക്കും. ദുർവർത്തമാനം കടന്നു വന്നാലും ഞാൻ കുലുങ്ങുകയില്ല, മനോധൈര്യമുണ്ട്. അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസമായിരുന്നു ആർക്കുള്ളത്? അബ്രഹാമിനുണ്ടായിരുന്നത്. അല്ലേ? 100 വയസ്സായി, അവൾക്ക് 90 വയസ്സായി, എല്ലാം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചു പോയില്ല. ഇനി റോമാലേഖനം 4:20 ആദ്യ ഭാഗം ഞാൻ തന്നെ വായിക്കാം. അവിടെയാണ് മൂന്നാമത്തെ ലക്ഷണം. 20 ആദ്യ ഭാഗം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അപ്പൊ കണ്ടോ, സംശയത്തിനും അവിശ്വാസത്തിനും കീഴ്പ്പെടാത്തൊരു വിശ്വാസമായിരുന്നു. അതാണ് മൂന്നാമത്തെ ലക്ഷണം. സംശയവും അവിശ്വാസവും. ദൈവം ഒരു വാഗ്ദത്തം നൽകി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉടനെ കടന്നു വരുന്ന ഒരു വിഷയമാണ് സംശയവും അവിശ്വാസവും. ഈ ദുർവർത്തമാനമൊക്കെ കടന്നു വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ഈ ആലയം പണിയാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു, ചുമ്മാ അങ്ങോട്ട് മണ്ടയിൽ കയറി കുറച്ച് സിമെന്റ് കുഴച്ചൊരു കോൺക്രീറ്റ് ഇട്ടാൽ തീർന്നു. അപ്പോഴാണ് വന്നിട്ട് അറിയുന്നത്, ഇല്ല 7 തൂണ് കെട്ടണമെന്ന്. അതൊന്നും നമ്മുടെ മനസ്സിലില്ലായിരുന്നല്ലോ. അല്ലെ? അതൊരു ദുർവർത്തമാനം പോലെ, അയ്യോ ഞങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലല്ലോ. സംശയമായി അവിശ്വാസമായി. അല്ലേ? അതുപോലെ അബ്രഹാമിന് സംശയവും അവിശ്വാസവും കടന്നു വന്നപ്പോൾ അവൻ വാഗ്ദത്തത്തെ വിട്ടുകളഞ്ഞില്ല. അല്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. സംശയം കടന്നു വരുമ്പോഴും അവിശ്വാസം കടന്നു വരുമ്പോഴും അതിനെതിരെ പോരാടി വാഗ്ദത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. എബ്രായർ 3:12 ഞാൻ വായിക്കുന്നില്ല. എബ്രായർ 3:12 എബ്രായ ലേഖനകർത്താവ് അവിശ്വാസമുള്ള ഹൃദയത്തെ എന്തോന്നാണ് വിളിക്കുന്നത്? ദുഷ്ടഹൃദയം എന്നാണ് വിളിക്കുന്നത്. നമ്മളാണെങ്കിൽ കൊലപാതകമുള്ള ദുഷ്ടഹൃദയമെന്നോ വ്യഭിചാരമുള്ള ദുഷ്ടഹൃദയമെന്നോ ഒക്കെ പറയുമായിരുന്നു. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മൾ പൊതുവെ പറയാറില്ല. കാരണം നമ്മുടെ കണ്ണിൽ വ്യഭിചാരം, കള്ളുകുടി, മദ്യപാനം ഇതൊക്കെയാണ് വലിയ പാപം. അവിശ്വാസം കുഴപ്പമൊന്നുമില്ല. അല്ലേ? നമ്മൾ പ്രസംഗിക്കാത്ത ഒരുപാട് പാപങ്ങളുണ്ട്. അവിശ്വാസം, പണമോഹം, അതൊന്നും കുഴപ്പമില്ല. പണമോഹം ഒരു കുഴപ്പമില്ല. അല്ലേ? അതൊന്നും ഒരു കുഴപ്പമില്ല. മദ്യപാനി, കൊടുംപാവി. കപടഭക്തിക്കാരനാണ് ഏറ്റവും വലിയ കൊടുംപാവി, അല്ല മദ്യപാനി അല്ല. അല്ലേ? വേർപാട് വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കപടഭക്തി. അതുപോലെ ബൈബിളിൽ ഒരു പ്രയോഗമാണ് ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അവിശ്വാസം എന്ത് ജനിപ്പിക്കും? സംശയം ജനിപ്പിക്കും. നീ എന്തോന്ന് മണ്ടത്തരവാടെ ഈ കാണിക്കുന്നത്? 100 വയസ്സായി, നീ എങ്ങനെ കൊച്ചുണ്ടാവുമെന്നൊക്കെ ഈ ദൈവം എന്ന് പറയണൊക്കെ മണ്ടത്തരമൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെ? നമ്മളോട് നീ യുക്തിപരമായി ചിന്തിക്കടേ എന്ന് പറയും. അല്ലെ? ബുദ്ധി ഉപദേശിച്ചരും. നീ ബുദ്ധിമാനാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ മണ്ടത്തരമൊന്നും കാണിക്കരുതെന്ന്. അങ്ങനെ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് സംശയം വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിശാച് എവിടെയൊക്കെ കടന്നു വരുന്നുണ്ടോ അവിടെയൊക്കെ എങ്ങനെ കടന്നു വരുന്നത്? അഭ്യുദയകാംക്ഷിയായിട്ടാണ് കടന്നു വരുന്നത്. നിങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നു. അല്ലാതെ പിശാച് ഒരിക്കലും ഞാൻ നിന്റെ ശത്രുവാണ് പാടാന്ന് പറഞ്ഞ ഒരിക്കലും വരത്തില്ല. അല്ലെ? ഏദൻ തോട്ടത്തിൽ എങ്ങനെ വന്ന് നിങ്ങൾക്ക് നന്മ വരും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, മനോഹര വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത്. ശരിയാണല്ലോ. ഭാര്യ പറഞ്ഞു ശരിയാണല്ലോ, പിശാച് പറഞ്ഞു ശരിയാണല്ലോ. അല്ലേ? കർത്താവ് പത്രോസിനോട് പറഞ്ഞു ഞാൻ കുരിശിലേക്ക് പോകുന്നു. പത്രോസിന്റെ ഉള്ളിലിരുന്ന പിശാച് എന്താ പറഞ്ഞു? ഒരിക്കലും അരുത്, നീ മരിക്കാനൊന്നും പാടില്ല, നിനക്ക് നന്മയെ ഭവിക്കാൻ പാടുള്ളൂ. കണ്ടോ? എപ്പോഴും അഭ്യുദയകാംക്ഷ, നിങ്ങളുടെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണെന്ന് പറയുന്നവൻ ആരാണ്? പിശാചാണ്. അതിന് കഷ്ടതയൊന്നും പാടില്ല. ഇന്ന് ചില പ്രസംഗരുണ്ടല്ലോ അഭിവൃദ്ധിയുടെ സുവിശേഷം, കഷ്ടതയൊന്നും ഒരു ദൈവമക്കൾക്കും പാടില്ല. അത് പിശാച് അതിനകത്തിരുന്നോണ്ട് ഈ സംസാരിക്കുന്നത്. ക്രൂശൊന്നും പാടില്ല. അല്ലേ? നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്മയും സുഖവും മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന അഭ്യുദയകാംക്ഷയായിട്ട് നിങ്ങളുടെ ഏറ്റവും നല്ല വെൽവിഷറായിട്ട് കടന്നു വരുന്നവനാണ് പിശാച്. അപ്പൊ അങ്ങനെ നമ്മൾ വാക്തത്വത്തിന് വേണ്ടി കഷ്ടമൊക്കെ സഹിച്ച്, പ്രതികൂലമൊക്കെ സഹിച്ച്, ചില നിന്നയൊക്കെ സഹിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അവൻ പറയും എന്തിനാണ് ഇതൊക്കെ കഷ്ടം, പോയി സുഖമായിട്ട് വേണ്ടി ഇവിടെ കൂടെ പോയാൽ പെട്ടെന്ന് എത്തും. കുറുക്ക് വഴികൾ. അല്ലേ? അബ്രഹാം തന്നെ വീണുപോയി. നമുക്കറിയാലോ അബ്രഹാമിന്റെ കഥ. ഹാഗാറുമായിട്ട് അത് വീണുപോയി, കുറുക്ക് വഴികൾ വീണുപോയി, ഷോർട്ട് കട്ട് പരിപാടിക്ക് പോയി. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. നമ്മളൊരു വിഷയത്തിൽ
വിശ്വാസത്താൽ ചെയ്യുമെന്ന് പറയും. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ വിളിച്ചു പറയും, ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് പോയി ബാങ്ക് ലോൺ എടുത്തായിരുന്നു. തീർന്നു വിശ്വാസമൊക്കെ. പിടിച്ചു നിൽക്കണ്ടേ അവസാനം വരെ, എങ്കിലല്ലേ ദൈവമഹത്വം കാണത്തുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഞാൻ അമേരിക്ക പോയ കഥ, 10 വർഷം കാത്തിരുന്നു. 8ാമത്തെ വർഷം ഞാൻ പോയി ബാങ്ക് ലോൺ എടുത്തിരുന്നത് എന്തോ ആയിരുന്നു. ഇന്ന് ഈ സാക്ഷി അവിടെ പറയാനും പറ്റത്തില്ല. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാകത്തുമില്ലായിരുന്നു. ഞാൻ അവിടെ വല്ല മദാമയും കല്യാണം കഴിച്ച് അവിടെ കിടന്നേനെ. ഇന്ത്യൻ സഭയ്ക്ക് ഒരു ഗുണവും ഇല്ലാതെ, ആ സഭയ്ക്ക് ഒരു ഗുണവും ഇല്ലാതെ പല 100,000 പേര് അങ്ങനെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് മാസത്തിൽ 3 മാസം കൂടുമ്പോൾ സങ്കീർത്തനം പറഞ്ഞ ചില പാസ്റ്റർമാരുണ്ട്. ഭാര്യമാരും നേഴ്സും വീട്ടിൽ നോക്കി നിൽക്കുന്ന, നമ്മുടെ ഇവിടുത്തേക്ക് വീട് നോക്കാൻ ഒരു നായ വളർത്തുന്ന പോലെ വളർത്തുന്ന നായ ഒരു ഭർത്താവുമായിട്ട് അവിടെ കിടന്നേനെ. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയ എന്തുകൊണ്ടാണ്? അവസാനം വരെ ഞാൻ ഒരു രോഗം എടുത്ത് ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ യുക്തിപരമായി സംശയമൊക്കെ ജനിപ്പിച്ച് മോനെ ബുദ്ധിമാനാകെന്ന് പറയാൻ വരുന്ന പിശാചിനെ നമ്മൾ എതിർക്കണം. അന്ത്യം വരെ എതിർക്കണം. അവന്റെ കുറുക്കു വഴികളിൽ പോകരുത്. യാക്കോബിന്റെ ലേഖനം 1:5-8. യാക്കോബിന്റെ ലേഖനം 1:5-8. ദൈവത്തോട് യാചിക്കട്ടെ. അവിടുത്തെ വിഷയം ജ്ഞാനമാണ്, അത് നമുക്ക് വിടാം. എന്നാലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു വിഷയം ചോദിക്കുന്നതിനെ കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ അവന് ലഭിക്കും, ഒന്നും സംശയിക്കാതെ. ചുമ്മാ യാചിച്ച ഉടനെ കിട്ടുമെന്നല്ല, പ്രാർത്ഥിച്ച ഉടനെ ഉത്തരം കിട്ടുമെന്നല്ല വചനം പറയുന്നത്. വിശ്വാസത്തോടെ സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. കാരണം അടുത്ത വാക്യത്തിലുണ്ട്, സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉലയുന്ന തിര പോലെയാണ്, കടൽ തിര പോലെയാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നീ ഒരു ജ്ഞാനത്തിന്റെ വിഷയമല്ല, നീ ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇത് ജ്ഞാനത്തിന്റെ വിഷയം മാത്രമല്ല. യാക്കോബ് പറയാം, നീ പച്ച മലയാളത്തിൽ നീ ഒരു കുന്തവും പ്രാപിക്കാൻ പോകുന്നില്ലെന്ന്. നീ ഒന്നും ഒരു കുന്തവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്നില്ല. എങ്ങനെ വന്നാൽ? സംശയിച്ചോണ്ട് വന്നാൽ. അടുത്ത വാക്യം, ഇരുമനസ്സുള്ള മനുഷ്യൻ. 2 വള്ളത്തിൽ കാല് വെച്ചു. ദൈവത്തിലും ആശ്രയിക്കാം, നമ്മുടെ ബുദ്ധിയിലും ആശ്രയിക്കാം. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഈ കടൽ തിര പോലെ ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് ദൈവത്തിലൊന്ന് ആശ്രയിക്കാം. പ്രാർത്ഥന, സൺഡേ രാവിലെ പ്രാർത്ഥന, ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് മനുഷ്യനിൽ ആശ്രയിക്കാം. അല്ലെ? ഇങ്ങനെ ആടി ഒലഞ്ഞ് നടക്കുകയാണ്. സൺഡേ തോറും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയം വെക്കുന്നുണ്ട്. മൺഡേ തൊട്ട് ശനിയാഴ്ച വരെ മനുഷ്യനിലാണ് ആശ്രയം. അവനിലൊന്ന് ആശ്രയിച്ച് ചിലപ്പോൾ നടക്കുമായിരിക്കും. അല്ലെ? ഇങ്ങനെ ഇരുമനസ്സുള്ളവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. ഒന്നും എന്ത് അനുഗ്രഹമാണോ വാഗ്ദത്തത്തിനാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഇരുമനസ്സുണ്ടെങ്കിൽ യഹോവയിലും ആശ്രയം വെക്കും, ജഡത്തിലും ആശ്രയം വെക്കുമെങ്കിൽ ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. ചിലരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ ഉത്തരമാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാ ബ്രദറെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാത്ത? ഇത് തന്നെ, ഇരുമനസ്സും വെച്ചോണ്ടിരുന്നാൽ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവൻ ആരാണ്? 2 ദിനവൃത്താന്തം 16:9. എല്ലാവർക്കും കാണാപ്പാടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 2 ദിനവൃത്താന്തം 16:9. തന്നിൽ ഏകാഗ്രചിത്തന്മാരെ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും കണ്ടോ, ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിലെല്ലാം ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എവിടെ ഉണ്ട് ഏകാഗ്രചിത്തന്മാർ? എവിടെ ഉണ്ട്? എന്നിൽ മാത്രം ആശ്രയിക്കുന്നവന്മാർ എവിടെ ഉണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ബലവാനായിട്ട് തെളിയിക്കും, പ്രദർശിപ്പിക്കും. കണ്ടോ, അങ്ങനെയുള്ള ഏകാഗ്രചിത്തന്മാർ ഇവിടെ ഉണ്ടോ? ഞാൻ യഹോവയിൽ മാത്രമേ ആശ്രയിക്കുന്നു, എനിക്ക് വേറെ ഒരു ആശ്രയവും ഇല്ലതാൻ, എനിക്കൊരു അഭയസ്ഥാനം വേറെ ഇല്ല. ഞാൻ ദരിദ്രൻ ആ രീതി പറഞ്ഞു, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏകാഗ്രചിത്തനായി ഒരു മനത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, നേരത്തെ പറഞ്ഞ ഇരുമനസ്സുള്ളവൻ, ഡബിൾ മൈൻഡഡ് ഇംഗ്ലീഷിൽ പറയും. ഡബിൾ മൈൻഡഡ് അല്ല, ഹോൾ ഹാർട്ടഡ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുന്നവന് കർത്താവ് ബലവാൻ എന്ന് തെളിയിക്കുവാൻ അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംശയത്തിനും അവിശ്വാസത്തിനും പിശാചിന്റെ ഓരോരോ തന്ത്രത്തിനും പോരാടി അതിനെതിർത്ത് ഉറച്ചു നിൽക്കുക. തക്ക സമയത്ത് ദൈവം വെളിപ്പെടും. 4ാമത്തെ ലക്ഷണം അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ 20ന്റെ ബാക്കി ഞാൻ വായിക്കട്ടെ. റോമാലേഖനം 20ന്റെ ബാക്കി. അവൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു.
സാഹചര്യ സമ്മർദ്ദവും സംശയവും അവിശ്വാസവും തന്നിൽ കടന്നു വന്നപ്പോൾ താൻ എന്ത് ചെയ്തു? ദൈവത്തിന് മഹത്വം കൊടുത്തു. അതായത് സാഹചര്യ സമ്മർദ്ദവും പൈശാചിക പോരാട്ടവും പ്രലോഭനങ്ങളുടെയൊക്കെ മധ്യത്തിൽ അവൻ അതിനെ പൊക്കി പറഞ്ഞില്ല. ശരിയാണല്ലോ, ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഇതാണല്ലോ പറയുന്നത്, പിന്നെ ഇതിനപ്പുറത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ, ദൈവം ചെറിയ ആളല്ലേ എന്നും പറഞ്ഞ് അതിനെ ചിലരെ കണ്ടിട്ട് നമ്മൾ അവരെ കാണാൻ പോയാൽ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം പറയാൻ പറഞ്ഞാൽ സ്തോത്രം വരത്തില്ല, പക്ഷെ പ്രശ്നമൊക്കെ ഇങ്ങനെ കഥ പറയാനാണ് എന്ത് നേരം 1 മണിക്കൂർ വേണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയും. ഈ പ്രശ്നമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ചോദിക്കണം, നിങ്ങളുടെ ദൈവം ചത്തോ? ഇതിനിടെ ഒരു പ്രാവശ്യം പോലും ദൈവത്തെക്കുറിച്ച് പറയുന്ന കേട്ടില്ല, ദൈവം ചത്തോ നിങ്ങളുടെ? നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ ജീവനുള്ള ദൈവമാണ്. ചത്ത ദൈവമായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ പ്രാരാബ്ദവും പരിവട്ടവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ? അല്ലേ? അത് അബ്രഹാം ചെയ്തില്ല. അയ്യോ ബ്രദറെ, എനിക്ക് 100 വയസ്സായി, കുഞ്ഞുണ്ടാകത്തില്ല. ഇത് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തി. അവന്റെ ഏറ്റവും പ്രയാസത്തിന്റെ ഇടയിൽ അബ്രഹാം പോയി വേറെ 4 പേരോട് പറഞ്ഞു കാണും, മോനെ ദൈവത്തെ വിശ്വസിക്കുക. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം, അല്ലേ? അബ്രഹാം ഈ കഷ്ടത്തെ കൂടെ പോകുമ്പോൾ ലോത്തിന്റെ 4 പേരോട് പോയി പറഞ്ഞു കാണും, മോനെ ദൈവത്തെ വിശ്വസിക്കുക, അല്ലേ? അപ്പൊ അതുകൊണ്ട് സംശയത്തിനും സാഹചര്യത്തെയും ഒന്നും അല്ല അവൻ ഉയർത്തി കാണിച്ചത്, അതിനെയല്ല അവൻ മഹത്വീകരിച്ചത്, ദൈവത്തെയാണ് അവൻ മഹത്വീകരിച്ചത്. അസാധ്യമായിട്ട് മനുഷ്യന് തോന്നും, പക്ഷേ ദൈവത്തിന് അസാധ്യങ്ങളൊന്നുമില്ല എന്ന് അബ്രഹാം പാട്ട് പാടിക്കൊണ്ടിരുന്ന് കാണും, അല്ലേ? നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, അസാധ്യമെന്ന് ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോട് എന്ത് പറഞ്ഞു? മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മുടെ ഈ ഹോള് പണിക്ക് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മുടെ സാമ്പത്തികത്തിലും ഒക്കെ നോക്കിയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളായിരുന്നു, അല്ലെ? നമ്മൾ ദൈവത്തേക്ക് നോക്കിയോണ്ടാണ് ഇന്ന് ഈ പുതുക്കിപ്പണിഞ്ഞ ഹോളിനകത്ത് കടന്നു വന്ന് നമുക്ക് ആരാധിക്കുവാൻ ദൈവം വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് 4-ാമത്തെ ലക്ഷണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. അല്ലാതെ സാഹചര്യത്തിനും മാനുഷിക ബുദ്ധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നുമല്ല നമ്മൾ കീർത്തിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്നവൻ, മരിപ്പിൽ നിന്ന് ഉയർപ്പ് ഉളവാക്കുവാൻ കഴിയുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ഉയർത്തണം ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. ഇനി 5-ാമത്തെ ലക്ഷണം അതിന്റെ അടുത്ത വാക്യത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തത്? 21-ാമത്തെ വാക്യം, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം എണ്ണി. അങ്ങനെയാണ് ദൈവത്തെ മഹത്വീകരിച്ചത്. ദൈവമേ നിനക്ക് മഹത്വം, കാരണം നീ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും. എൻ്റെ സംശയം എന്ത് പറഞ്ഞാലും, എൻ്റെ സാഹചര്യങ്ങൾ എന്ത് പറഞ്ഞാലും, മാനുഷിക ബുദ്ധി എന്നോട് എന്ത് പറഞ്ഞാലും, എത്ര പ്രതികൂലമായാലും നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുറച്ചിരിക്കുന്നു. സേറ എന്തോ വിശ്വസിച്ച്? എബ്രായർ 11:11 വായിച്ചേ. എബ്രായർ 11:11. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നാണ് സേറ എണ്ണിയത്. അതുകൊണ്ട് തനിക്ക് സ്വമേധ ഇല്ലാത്തൊരു പ്രാപ്തി ദൈവമായിട്ട് ഉളവാക്കി കൊടുത്തു. അത്ഭുതം സംഭവിച്ചു. അബ്രഹാം എന്തോ വിശ്വസിച്ചേ? വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. സേറ എന്തോ വിശ്വസിച്ചേ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. കണ്ടോ? ഇങ്ങനെയാണ് ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. ദൈവം ഒരു വചനം അയച്ചാൽ അത് അവൻ നിവർത്തിച്ചിരിക്കും. യെശയ്യാവ് 55:10-11. ഇതിന്റെ അവസാനത്തിലേക്ക് കടക്കാം. യെശയ്യാവ് 55:10-11. മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യുകയും ഭൂമിയെ നനയ്ക്കുന്നത് പോലെ എന്റെ വായിൽ നിന്നുളവാകുന്ന വചനം അങ്ങനെ ആയിരിക്കും.
എൻ്റെ ഇഷ്ടം അത് നിവർത്തിക്കും. നിങ്ങളെല്ലാവരും കേട്ടോ, ഈ മഴയും ഹിമവും ഒക്കെ ഭൂമിയിൽ വന്ന് ഈ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നത് പോലെ, ഒരു പ്രവൃത്തി ചെയ്തത് നിവർത്തിക്കുന്നത് പോലെ, എൻ്റെ വായിൽ നിന്ന് ഉളവായ വചനം അത് എന്തുദ്ദേശത്തിന് ഞാൻ അയച്ചോ ആ ഇഷ്ടം പൂർത്തീകരിച്ചിട്ടേ അത് മടങ്ങത്തുള്ളൂ. അതാണ് അബ്രഹാം വിശ്വസിച്ചത്. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തൻ. അവൻ ഈ സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒന്നും ഒരു പ്രയാസമേ അല്ല. നമ്മളാണ് അതൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്നത്. ദൈവത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, കർത്താവ് ഇതാണ്ട് ഈ പ്രതികൂലം എങ്ങനെ നടക്കും? അതൊരു പ്രതികൂലമേ അല്ല ദൈവത്തിന്. ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വാക്ക് പോയി ഉളവാക്കും. പറയുന്നവർക്ക് എത്ര മനസ്സിലാവുന്നുണ്ടോ എന്തോ? വാക്ക് പോയി അതെല്ലാം ഉളവാക്കും. ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ വേദഭാഗം ധ്യാനിച്ച് എൻ്റെ സ്വന്തം ജീവിതത്തിൽ ആവശ്യമായതുകൊണ്ട് തന്നെ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്കൊരു പാട്ട് നൽകി. അപ്പം ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല, ഇതുവരെ ഇവിടെ വന്ന് പാടിയിട്ടുമില്ല. എങ്കിലും ഞാൻ പാടാൻ മുതിരുകയാണ്. ഓക്കെ, ദൈവം ഇത് ക്ഷമിക്കണം. സേറ എന്താ വിശ്വസിച്ച്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അബ്രഹാം എന്താ വിശ്വസിച്ച്? വാഗ്ദത്തം ചെയ്തവൻ ശക്തൻ. ഇതിങ്ങനെ ധ്യാനിച്ച് ഇങ്ങനെ ഈ ഹൈവേയിലെ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പാട്ടെനിക്ക് ദൈവം നൽകിയത്. അപ്പോൾ ആ കോറസ് ഞാൻ ആദ്യം പാടിയിട്ട് പിന്നീട് ഞാൻ ബാക്കിയും കൂടെ പാടാം. ഈ പാട്ട് പാടുന്നത് ഇവിടെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ ആളാവാനല്ല, ഈ പാട്ടെങ്കിലും ആരെങ്കിലും ഓർത്താൽ ഇന്നത്തെ വചനം നിങ്ങൾ മറക്കത്തില്ല. പ്രസംഗമൊക്കെ നിങ്ങൾ എന്തായാലും മറന്നു കാണും. ഈ ആലയം പൊളിച്ച ദിവസം May 14 ഞാൻ എന്താ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം? ഞങ്ങൾ ഉറങ്ങി ബ്രദറെ, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്താ പ്രസംഗിച്ചതെന്നുള്ളത്. 1 Corinthians 14 നിന്ന് അപ്പോസ്തോലിക ആരാധനയാണ് ഞാൻ പ്രസംഗിച്ചത്. അതുപോട്ടെ, ഇത് അതിനുവേണ്ടിയല്ല. ഈ പാട്ടെങ്കിലും നിങ്ങൾ ഓർത്തിരുന്നാൽ ഇന്നത്തെ പ്രസംഗത്തിന്റെ എല്ലാ പോയിന്റും ഈ പാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ കോറസ് ഇങ്ങനെയാണ് പോകുന്നത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. ഏകനായ മഹാത്ഭുതങ്ങൾ ചെയ്യുന്നോനെ ഏകസത്യ ദൈവമേ, ഏകനായ മഹാത്ഭുതങ്ങൾ ചെയ്യുന്നോനെ ഏകസത്യ ദൈവമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏകണേ വൻ കൃപാദാനമായി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏകണേ വൻ കൃപാദാനമായി. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. യഹോവയിൽ മാത്രമായി ആശ്രയം വച്ചിടും ഭാഗ്യവാനാകണം യേശുവിൽ. യഹോവയിൽ മാത്രമായി ആശ്രയം വച്ചിടും ഭാഗ്യവാനാകണം യേശുവിൽ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. വിരോധങ്ങൾ ഗ്രഹിച്ചാലും തളരാതെ ദൈവത്തിൽ ആശയ്ക്കു വിരോധമായി ആശിക്കും. വിരോധങ്ങൾ ഗ്രഹിച്ചാലും തളരാതെ ദൈവത്തിൽ ആശയ്ക്കു വിരോധമായി ആശിക്കും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. ഇല്ലായ്മയിൽ നിന്നെല്ലാം ഉളവാക്കുന്നവൻ ഉയിർപ്പിന്റെ നാഥനു മഹത്വം. ഇല്ലായ്മയിൽ നിന്നെല്ലാം ഉളവാക്കുന്നവൻ ഉയിർപ്പിന്റെ നാഥനു മഹത്വം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ, വാഗ്ദത്തം
ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിപ്പാൻ യോഗ്യൻ. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയോടെ അവസാനിപ്പിക്കാം. ഈ പാട്ട് പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന എന്തു വിഷയമായിക്കൊള്ളട്ടെ, സാമ്പത്തികമാകാം, രോഗ അവസ്ഥകളാകാം, തലമുറകളുടെ വിഷയമാകാം, കുടുംബജീവിതത്തിൻ്റെ വിഷയമാകാം, ജോലി കാര്യമാകാം, ഭാവി ജീവിതമാകാം, വിവാഹമാകാം, എന്തു വിഷയവുമാകട്ടെ, നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ എത്ര സാഹചര്യങ്ങൾ വിപരീതമായി വന്നാലും, വിരോധങ്ങളെ നിങ്ങൾ ഗ്രഹിച്ചാലും, ആശയ്ക്ക് വിരോധമായി ആശിക്കുവാൻ വകയുണ്ട് ദൈവമക്കളെ, വകയുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുക, 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 ധൈര്യപ്പെടുക. കടന്നു വന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ വാഗ്ദത്തം ചെയ്ത ദൈവം പ്രവർത്തിക്കും, നിശ്ചയമായി പ്രവർത്തിക്കും, പ്രവർത്തിക്കും, പ്രവർത്തിക്കും. സാഹചര്യങ്ങളുടെ മുന്നിൽ അടിയറവ് പറയുന്നതല്ല നമ്മുടെ ദൈവം. തൻ്റെ വാഗ്ദത്തിനൊത്തവണ്ണം സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി ആ സമ്മർദ്ദത്തിൽ നിങ്ങൾ ആരും തളർന്നു പോകരുത്. ദൈവവചനം അതിനെ ഉറച്ച് അതിനെ മുറുകെ പിടിക്കുക, മുറുകെ പിടിക്കുക, മുറുകെ പിടിക്കുക. ലോകം പറയുമായിരിക്കും, ജഡീകർ പറയുമായിരിക്കും, അനാത്മീയർ പറയുമായിരിക്കും, നീ എന്തോ സാഹസമായി കാണിക്കുന്നതെന്ന്. സാഹസികമാണ് വിശ്വാസം, സാഹസികമാണ് വിശ്വാസം. എല്ലാം നിർജീവമായിരിക്കുന്ന അവസ്ഥയിലും ആശയ്ക്കൊരു വകയുമില്ലാത്തപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എൻ്റെ ദൈവം കടന്നിറങ്ങി വരുമെന്ന് വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്ന് പറയുന്നതാണ് ശരിയായ വിശ്വാസം. അതുകൊണ്ട് സാഹസികമായ റിസ്ക്കുള്ള ഈ വിശ്വാസം കാഴ്ചവെച്ച് ദൈവ മഹത്വം കാണുവാൻ ഇന്നീ സഭയിലുള്ളവർ ഒരുങ്ങണം. നിങ്ങൾക്ക് വേണ്ടി ഈ ആലയം പണിഞ്ഞ അത്ഭുതം കാണിച്ചിരിക്കുന്ന ദൈവം നിങ്ങളിൽ നിന്ന് ആ വിശ്വാസം പ്രതീക്ഷിക്കുന്നുണ്ട്. സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വരുമെന്ന് വിശ്വാസമുള്ളവരായിരിക്കണം ഈ ആലയത്തിനകത്ത് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ. അല്ലാതെ മാനുഷിക ബുദ്ധിയിലും സംശയത്തിലും അവിശ്വാസത്തിന് കീഴ്പ്പെട്ടേച്ച് ഈ ആലയത്തിൽ വന്ന് വലിയ ഒച്ചത്തിൽ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണെങ്കിൽ നമ്മൾ കപടഭക്തിക്കാരാകി പോകും. ഇത്ര വലിയ ദൈവം, നമുക്കായി ഈ ആലയം പണിഞ്ഞു നൽകിയ ദൈവം, നമ്മൾ അവന്റെ മുൻപിൽ വായെ വിസ്താരമാക്കിയപ്പോൾ ഞങ്ങൾ ചോദിച്ചതിനും നനച്ചതിനും അത്യന്തപരമായി താൻ അത്ഭുതം പ്രവർത്തിച്ച ഈ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെന്ത് വിശ്വാസിയാണ് ഞങ്ങൾ? ഈ ദേശത്തിന്റെ വിടുതലിനായിട്ട് അനേകർക്ക് സൗഖ്യം വരുവാനും രക്ഷ കടന്നു വരുവാനും അനേക അത്ഭുത വിടുതൽ നൽകുവാനും ഒക്കെ മുഖാന്തരമായിട്ട് ഈ ദേശത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം കത്തിപ്പടരണം, ഈ ദേശത്ത് കത്തിപ്പടരണം. നിങ്ങൾ കണ്ട ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു വരണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഉറച്ചു വരണം. ഈ സഭ ഈ ദേശത്ത് ദൈവവിശ്വാസത്തിനായിട്ട് അറിയപ്പെട്ട ഒരു സഭയായി മാറണം. യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഏത് അസാധ്യങ്ങളുടെയും മുന്നിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവ സമൂഹം ഇവിടെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ദൈവം ഈ അത്ഭുതം പ്രവർത്തിച്ച് നമുക്ക് ഈ മനോഹരമായ ആലയം നൽകിയിരിക്കുന്നത്. വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തനും ശക്തനുമെന്ന് എണ്ണിക്കൊണ്ട് എല്ലാ മാനുഷിക ബുദ്ധികളെയും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് എല്ലാ അവിശ്വാസത്തെയും വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായിട്ട്, വാഗ്ദത്ത നിവർത്തിക്കായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഒരിക്കൽ കൂടി ഞാൻ നിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെക്കുറിച്ച്, എൻ്റെ തലമുറകളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ നീ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ എല്ലാ വാഗ്ദത്തങ്ങൾക്കായിട്ടും
സ്തോത്രം പറഞ്ഞുകൊണ്ട് അതിന്റെ നിവൃത്തിക്കായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുമെന്ന ഒരു സമർപ്പണം എല്ലാവരും എടുത്താട്ടെ. നിങ്ങളുടെ ഭാവിയെ കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച്, തലമുറകളെ കുറിച്ച് നിങ്ങൾ വ്യസനപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം ഇന്ന് ഈ ദൂത് ഇവിടെ അയച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ: വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഈ ആലയം പണിഞ്ഞതുപോലെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവ മഹത്വം നിങ്ങൾ കാണും. വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവന്റെ ഭുജ ഫലം കാണും. ധൈര്യപ്പെടുക പ്രിയജനമേ, ധൈര്യപ്പെടുക. ജീവിതത്തിലെ സാഹചര്യങ്ങൾ, പ്രതിസന്ധികളിൽ കുലുങ്ങരുത്. ഏത് ദുർവർത്തമാനം വന്നാലും യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക. വാഗ്ദത്തം അവൻ നിവർത്തിക്കും. ബലപ്പെടുക. ആരും വിഷാദത്തിലേക്കോ വാടിപ്പോകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശ്വസിക്കുക. സൗഖ്യം ദൈവം നൽകും. വിടുതൽ ദൈവം നൽകും. അത്ഭുതം ദൈവം നൽകും. വാഗ്ദത്തം നിവൃത്തി സംഭവിക്കും. വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് നമ്മുടെ ദൈവം. അത് സംഭവിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ ഓർക്കുക. അതിൽ ഉറച്ചു നിൽക്കുക. അത് പ്രാർത്ഥിക്കുക, അതിൽ ആശ്രയിക്കുക. മാനുഷിക ബുദ്ധിയിൽ നിങ്ങൾ പോകരുത്. ജഡത്തിന്റെ വഴിയെ നിങ്ങൾ പോകരുത്. ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന ഭാഗ്യവാനായി മാറണം. തീക്ഷ്ണമായ പ്രാർത്ഥനകൾ ഇവിടെ ഉണരട്ടെ. ഇനിയും അത്ഭുതങ്ങൾ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഭയെ എങ്ങനെ ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയുവാൻ മാത്രമല്ല, ഇന്ന് ദൈവം ഞങ്ങളുടെ സഭയിൽ അത്ഭുതം ചെയ്തെന്ന് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ അത്ഭുതം കണ്ടു, മഹത്വം കണ്ടു എന്ന് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ ജനമേ, വിശ്വസിക്കുക. കഴിഞ്ഞ കാലത്തെ വിശ്വാസമല്ല, ഇന്നലത്തെ വിശ്വാസമല്ല, ഇന്ന് ഞാൻ ദൈവത്തിൽ തീക്ഷ്ണമായി വിശ്വസിക്കുന്നു. അവൻ അതിന് യോഗ്യനാണ്. അങ്ങനെ ആശ്രയിക്കുവാൻ യോഗ്യനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. മരണത്തിൽ നിന്ന് ഉയർപ്പിപ്പാനും എല്ലാം മരിപ്പിന്റെ അവസ്ഥ, ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, എല്ലാം മരിപ്പിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരട്ടെ. നമുക്ക് എല്ലാവർക്കും ആ സഹോദരനായിട്ട് പ്രാർത്ഥിക്കാം, രോഗിയായ സഹോദരനായി പ്രാർത്ഥിക്കാം. എല്ലാം മരിപ്പിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരട്ടെ. ഉയർപ്പിന്റെ നാമത്തെ കർത്താവേ, ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ച ആ സഹോദരനെ നീ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കടന്നു വരട്ടെ. ഈ ദേശത്ത് നിന്റെ നാമമഹത്വത്തിനായിട്ട് അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ നിന്ന് എല്ലാ മരിപ്പിന്റെ അവസ്ഥയ്ക്ക് മാറ്റം കടന്നു വരട്ടെ. ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവേ, തനിക്കില്ലാത്ത ആരോഗ്യം, തനിക്കില്ലാത്ത സൗഖ്യം എന്റെ വചനത്താൽ വിളിച്ചു വരുത്തി ഉളവാക്കിയാട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനകളിൽ നിന്ന് ഉടൻ തന്നെ ശമനവും രോഗത്തിൽ നിന്നുള്ള പൂർണ്ണ വിടുതലും കടന്നു വരണമേ. ഞങ്ങൾ കർത്താവ് എന്നിലുള്ള വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഇവിടെ കണ്ടു, ഇതേ സഭയിൽ തന്നെ അനേകർ ക്യാൻസറായി കടന്നു വന്ന് രോഗശാന്തി പ്രാപിച്ചു പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല രോഗത്തിന്റെ ആത്മാവിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മത്സിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കടന്നു വരട്ടെ. പ്രാർത്ഥിക്കുക. വായ വിസ്താരമാക്കുക. ഞാനത് നിറയ്ക്കും. നിങ്ങൾ വായെ വിസ്താരമാക്കുക. പ്രാർത്ഥിക്കുക. ദൈവജനമേ, പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യും, നിവർത്തിക്കും, നിറയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ. നിങ്ങളുടെ എല്ലാം വ്യക്തിപരമായ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം ദൈവം ചെയ്യും. വിടുതൽ ദൈവം നൽകും. വേദനകളെ ദൈവം മാറ്റും. അത്ഭുത മാനപാത്രമാക്കി നിങ്ങളെ ഈ ദേശത്ത് ദൈവം സ്ഥാപിക്കും. മഹനീയം സഭയുടെ ദൈവം ദൂത് പറയുന്നു, അത്ഭുത മാനപാത്രം. ദൈവം സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും ആകത്തില്ല എന്ന് പറയുന്ന അത്ഭുത മാനപാത്രങ്ങൾ
യഹോവയാൽ മാത്രം ഇത് സംഭവിച്ചു, ഇത് സാധിച്ചു എന്ന് പറയുന്ന ഒരു ജനസമൂഹം. യഹോവയാൽ മാത്രം ഇത് സാധിച്ചു, മാത്രം ഇത് സാധിച്ചു. അത്ഭുതமான പാത്രങ്ങൾ, അത്ഭുതமான പാത്രങ്ങൾ. ഓ കർത്താവേ, ആ വിശ്വാസവും സംശയവും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളും ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല സഹോദരി സഹോദരന്മാരുടെ ഹൃദയങ്ങളിൽ നിന്നും വിട്ടകലണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ ഇവരെ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണമേ. ദുഷ്ടന്റെ കർത്താവെ, എല്ലാ അമ്പുകൾക്കും എതിരെ വിശ്വാസം എന്ന പരിചയെടുത്ത് പോരാടുവാൻ നിന്റെ ജനത്തെ നീ അഭ്യസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലും ആത്മാവിലും ബലമുള്ളവരായി നിന്നുകൊണ്ട് സാഹചര്യ സമ്മർദ്ദത്തിനോ പൈശാചിക തന്ത്രങ്ങൾക്കോ കീഴ്പ്പെടാതെ വിശ്വാസത്തിൽ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവജനം ഉളവാകട്ടെ. വിഷാദത്തിലും വാടിപ്പോകുന്നതും നിരുത്സാഹപ്പെട്ടു പോകുന്നതും നിരാശയിൽ മുങ്ങിപ്പോകുന്നതുമായ സഹോദരി സഹോദര, നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ വ്യസനപ്പെടുന്ന നിന്റെ രോഗം, നീ വ്യസനപ്പെടുന്ന നിന്റെ ശരീരത്തിന്റെ പ്രയാസം, നീ വ്യസനപ്പെടുന്ന നിന്റെ ഭാവി, നിന്റെ തലമുറ, എല്ലാത്തിലും അത്ഭുതം ചെയ്യുവാൻ അവൻ യോഗ്യനാണ്. അവനിൽ വിശ്വസിക്കുക. ധൈര്യപ്പെടുക. വിട്ടുകൊടുക്കാതെ മടുക്കാതെ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഇനി നിർത്താം, പുറനാളായല്ലോ ഈ പ്രാർത്ഥന, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയരുത്. വിട്ടുകൊടുക്കാതെ വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തന് നെണ്ണി. എല്ലാ പ്രതിസന്ധികളെയും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ തളർന്നു പോകാതെ ആശയ്ക്ക് വിരോധമായി ആശിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഉണരട്ടെ. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിന്റെ കരത്തിലേക്ക് ഞാൻ ഈ ജനത്തെ സമർപ്പിച്ച് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയുടെ വേളയിൽ മാത്രമല്ല, അവരൊറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇതേ ഫലം നീ പകർന്നു കൊടുക്കണമേ. ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഇതേപോലെ തീക്ഷ്ണമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരാരാധന അവർക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദി കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവെ, ഈ ആലയത്തിന്റെ പണി പൂർത്തിയായി ഇതിനകത്ത് കടന്നു വന്ന് കർത്താവെ, അടിയനെന്ന് ശുശ്രൂഷിക്കുവാൻ നീ നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നടന്ന പല കഥകളും പല സംഭവങ്ങളും എനിക്ക് വ്യക്തിപരമായി അറിയുവാൻ നീ ഭാഗ്യം നൽകിയല്ലോ. അവിടെയെല്ലാം നിന്റെ കരം പ്രവർത്തിച്ചത് ഞങ്ങൾ കണ്ടു കർത്താവെ, അതിനായി സ്തോത്രം. ഈ കഴിഞ്ഞ വർഷം നീ ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട്, ഈ സഭയോടും ഈ പാസ്റ്ററോടും ഒക്കെ നീ ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ദൈവം തന്റെ വൃതന്മാർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു മനുഷ്യനും വിഭാവന ചെയ്യുവാൻ കഴിയാത്ത, അതിനെല്ലാം മേലായ രീതിയിൽ നീ മാനിക്കുന്നതിനായിട്ട്, നിന്റെ ആ വലിയ സ്നേഹത്തിനായിട്ട്, വാശിക്കായിട്ട് കർത്താവേ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തിരിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന സകല എല്ലാവരും കർത്താവ് പേരായി നിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രതിസന്ധികളിൽ അവർ വിശ്വാസത്തിൽ തളർന്നു പോകാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം ഈ വചന ശുശ്രൂഷയെ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം. സകല മഹത്വം നിന്റെ നാമത്തിന് തന്നെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ.